ഹരേ കൃഷ്ണ എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഹരിനാമത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. ഇപ്പൊ ഇത്രയും ആഴ്ചയായിട്ട് നിങ്ങൾ ഒരുപാട് മാതാജിമാരും പ്രഭുക്കളും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് ഇതറിയാം അല്ലെ? നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും നമ്മൾ എന്താ എപ്പോഴും പറയുന്നത്, ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് കാരണമാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്നാണ് ഞങ്ങൾ എടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇന്ന് കുറെ പോയിന്റ്സ് ഞാൻ എടുക്കുന്നത് ലോചനദാസ് സ്വാമിജിയുടെ പാട്ടിൽ നിന്ന് ഉള്ള ചില പോയിന്റ്സ് ആണ്. എല്ലാം എടുക്കണില്ല, ജസ്റ്റ് എ ഫ്യൂ പോയിന്റ്സ്. ഓക്കെ, അപ്പൊ അതില് വാട്ട് ഈസ് ലോചനദാസ് മഹാരാജ് സെയിങ്? ഹി സെയിങ് എപ്പോഴും ഹരിനാമം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ പറയണത് ഒരു ഒരു ക്ഷണം പോലും നമ്മൾ വിടാൻ പാടില്ല. എവറി ടൈം യു ഷുഡ് ചാൻറ്റ്. നമ്മൾ പറയും ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയോ പോകുന്നു, മനസ്സ് അവിടെ ഒരു സ്ഥലത്തിൽ നിൽക്കില്ല. ബട്ട് ഹി സേസ് ഇറ്റ് ഈസ് ഓക്കെ. അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട, മനസ്സ് എങ്ങനെയും പോയിക്കോട്ടെ, പക്ഷെ ചാൻറ്റിങ് മാത്രം നിർത്താൻ പാടില്ല. അത് ഏത് നാമമാണ് നമ്മൾ ചൊല്ലേണ്ടത്? കൃഷ്ണന്റെ നാമം. ആരാ ഈ കൃഷ്ണൻ? നന്ദമഹാരാജിന്റെ മകനും ഗോപിമാരുടെ പ്രാണനാഥനായ ഈ കൃഷ്ണൻ, എല്ലാരെയും ആകർഷിക്കുന്ന ഈ കൃഷ്ണന്റെ നാമം നമ്മൾ എപ്പോഴും നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കണം. അത് ആൻഡ് ഹി സേസ് നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയും നമുക്കൊരു ഇൻസ്പിറേഷൻ ഇല്ല. ഇപ്പൊ ഏത് ചെയ്യണമെങ്കിലും ഒരു ഇൻസ്പിറേഷൻ, ഒരു ഇത് വേണം, നമുക്ക് എന്തെങ്കിലും ഒരു ഉത്സാഹം വേണം. നമ്മൾ പറയും വി ആർ നോട്ട് ഹാവിങ് എനി ഇൻസ്പിറേഷൻ. എങ്ങനെ നമ്മൾ എപ്പോഴും ചാർട്ട് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ വേണം. അതെന്താണ്? എപ്പോഴും വിചാരിക്കണം, മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും വരും. അത് എപ്പോഴാണ് വരാൻ പോണത്, എങ്ങനെയാണ് വരാൻ പോണത്, അത് ആർക്കും അറിയില്ല. അപ്പൊ യമൻ നമ്മളെ വിളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾക്കെല്ലാം പേടിയാണ്. യമനിന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാ. പക്ഷെ നമ്മൾ മരണത്തെ കുറിച്ച് അത്ര ചിന്തിക്കാറില്ല. യമൻ എന്ന് പറഞ്ഞാൽ പേടി, പക്ഷെ ഇത് ചിന്തിക്കണില്ല. സോ അപ്പൊ ഈ മരണം എന്ന് പറയണത് എല്ലാവർക്കും വരും. സന്യാസി ആയാലും ബ്രാഹ്മണനായാലും ഒരു ബ്രഹ്മചാരി ആയാലും ശൂദ്രനായാലും എല്ലാവർക്കും മരണവും ഉണ്ട്. അത് മാത്രമല്ല മുക്തിയും കിട്ടും. മുക്തിയും എല്ലാവർക്കും കിട്ടും. അതിനും യാതൊരു വേറുപാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഫോക്കസ്ഡ് ആയിട്ട് ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ ഈ ഹരിനാമം എപ്പോഴും ജപിക്കണം. പിന്നെ യമദൂതന്മാർ ചോദിച്ചു യമന്റെ അടുത്ത്, ഞങ്ങൾ ആരെയാണ് കൊണ്ടുവരേണ്ടത് യമന്റെ അടുത്ത്? അപ്പൊ യമൻ എന്താ പറഞ്ഞത്? കൃഷ്ണനാമം പറയാത്ത ആൾക്കാർ, ആ ജീവാത്മാക്കൾ, പിന്നെ ഹു ഡു നോട്ട് ടോക്ക് ഓർ ഹിയർ കൃഷ്ണ കഥ, കൃഷ്ണനെ കുറിച്ച് സംസാരിക്കാത്തതും കൃഷ്ണ കഥ കേൾക്കാത്തവരും, അങ്ങനെയുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള ജീവാത്മാവെ എന്റെ അടുത്ത് കൊണ്ടുപോവാ. അത് പിന്നെ ഈ യമദൂതന്മാർക്ക് പൈസ കൊടുത്തിട്ടോ എന്റെ പവർ കണ്ടിട്ടോ ഒന്നും അവർ പോകാൻ പോണില്ല. അവർ കൊണ്ടുപോണ സമയം നമ്മളെ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ഈ നാമം ജപിക്കാത്തവരും കൃഷ്ണകഥ കേൾക്കാത്തവരും കൃഷ്ണകഥ പറയാത്തവരും നമ്മളെ തീർച്ചയായിട്ടും യമൻ വിളിച്ചുകൊണ്ട് പോകും. ഓക്കെ, ഇറ്റ് ഈസ് ഡെഫിനറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ഓരോരോ ശ്വാസം, നമ്മളുടെ എല്ലാ ബ്രെത്ത്, ഓരോരോ ശ്വാസത്തിലും നമ്മൾക്ക് കൃഷ്ണനാമം വേണം. നിങ്ങളൊക്കെ ഭക്തമീര, മീരാബായ് ആ ഭക്തയെ കുറിച്ച് ഒരുപാട് കേട്ട് കാണും. മീര എന്ത് പറഞ്ഞു? എന്റെ ഓരോരോ ശ്വാസത്തിലും എനിക്ക് കൃഷ്ണന്റെ നാമമാണ് ഉള്ളത്. അത് മാത്രമല്ല മീരാബായ് പറയണത്, എന്റെ ആഗ്രഹം ഒരു വലിയ മാല ഉണ്ടാക്കണം. എങ്ങനെ? ആ മാല മുഴുവൻ ഓരോരോ ശ്വാസം, എന്റെ ശ്വാസത്തെ വെച്ചിട്ട് മാല ഉണ്ടാക്കിയിട്ട് ഓരോരോ ശ്വാസത്തിലും കൃഷ്ണനാമത്തിനെ കുറിച്ച്, കൃഷ്ണനാമത്തിന് ഐ ഹാവ് ടു ഫിൽ ഇറ്റ്, അത് നിറയ്ക്കണം. ഓരോരോ ശ്വാസത്തിലും നിറയ്ക്കണം. അങ്ങനെ നിറച്ചിട്ടുള്ള മാലയാണ് എനിക്ക് ഭഗവാന്റെ അടുത്ത് കൊടുക്കേണ്ടത്. അത്രയ്ക്ക് ഭക്തിയാണ് മീരാഭായിക്ക്. ഓക്കെ, അപ്പൊ കൃഷ്ണൻ, അപ്പൊ നമുക്ക് ചാണ്ടിങ്, നമ്മൾ ഈ നാമജപം ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സും ക്ലീൻ ആകും. നമുക്ക് കൃഷ്ണന്റെ ആ രൂപം നമ്മളുടെ മനസ്സിൽ തീർച്ചയായിട്ടും പതിഞ്ഞു വരും. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ആ നാമം ചൊല്ലിക്കൊണ്ട് കോൺസ്റ്റന്റ്ലി വി ഹാവ് ടു ചാന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും. ഇപ്പൊ നമ്മൾ പാത്രം കഴുകുമ്പോഴും തുണി കഴുകുമ്പോഴും ഇല്ലെങ്കിൽ കുളിക്കുമ്പോഴും വീടൊക്കെ അടിച്ചു വരുമ്പോഴും ഏത് സമയം നമുക്ക് നാമം ചൊല്ലാം. അതിന് ഒരു സമയമില്ല, ഒരു സ്ഥലമില്ല, ഒരു റൂൾസ് റെഗുലേഷൻസ് ഒന്നുമില്ല. എപ്പോ വേണമെങ്കിൽ നാമം ചൊല്ലാം നമുക്ക്. അപ്പൊ അങ്ങനെ ഡിറ്റർമിൻഡ് ആയിട്ട് ഇപ്പൊ 4 സമ്പ്രദായമുണ്ട്. 4 സമ്പ്രദായത്തിലും പറയുന്നത് ഇതാണ്, നാമജപത്തിനാണ്
ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡു ദ നാമജപ. ഓക്കെ, ആ നാമജപം ഈ കലിയുഗത്തിലുള്ള ചീത്ത കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് തരും. പിന്നെ ഈ നാമജപം ചെയ്യുമ്പോൾ നമ്മുടെ പാവ പുണ്യം രണ്ടും ഡിസ്ട്രോയ് ആയി പോകും. എന്നാലേ നമ്മൾക്ക് മുക്തി കിട്ടും. പാവവും പാടില്ല, പുണ്യവും പാടില്ല. ക്ലീൻ സ്ലേറ്റ് ആയിട്ട് നമ്മൾ ഇരുന്നാലേ നമ്മൾക്ക് മുക്തി കിട്ടും. അപ്പൊ എളുപ്പം നമ്മൾക്ക് കിട്ടണത്, മുക്തി കിട്ടണത് ഈസ് വെരി ഈസി ഈസ് ചാണ്ടിങ്. ഈ ബുക്സ് വായിച്ചിട്ട് ഫിലോസഫി പഠിച്ചിട്ട് അതിനൊന്നും കാര്യമില്ല. നാമജപം മാത്രം ചെയ്തോളൂ, നമുക്ക് അത് കിട്ടും. പിന്നെ ഈ നമ്മളെ കൃഷ്ണ ഭഗവാൻ അത്രയ്ക്ക് കാരുണ്യമാണ് നമ്മളുടെ അടുത്ത്. നമുക്കൊരു മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ട്. ആ മനുഷ്യ ശരീരം കിട്ടി നമ്മളുടെ ഗുരുക്കൾ എന്താ ചെയ്യണത്? നമ്മളുടെ ഗുരുക്കൾ നമ്മളെ എങ്ങനെയെങ്കിലും ഭഗവാന്റെ അടുത്ത് എത്തിക്കാൻ നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ ഈ വൈഷ്ണവന്മാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊക്കെ കാണുന്ന ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും വൈഷ്ണവന്മാരാണ്. എല്ലാവരും വൈഷ്ണവ എന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്തന്മാരാണ്. എല്ലാവരും എങ്ങനെയെങ്കിലും എല്ലാരെയും കൊണ്ടുപോകണം, എല്ലാരെയും ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകണം. ആ ആഗ്രഹത്തിലാണ് എല്ലാരെയും ഓരോരോ വന്ന് നമ്മളെ ക്ലാസ്സിൽ വരൂ, ചാണ്ടിങ് ചെയ്യുക, നാമജപം ചെയ്യണം എന്നൊക്കെ നമ്മളെ പറഞ്ഞ് കൊണ്ടുപോകണം. അപ്പൊ ചാണ്ടിങ് ഇസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് വേ. വളരെ എളുപ്പം ചാണ്ടിങ് ആണ്. പിന്നെ ടേസ്റ്റ് ഇല്ല എന്ന് നമ്മൾ പറയും. എനിക്ക് നാമരുചിയില്ല, ഐ ഹാവ് നോ ടേസ്റ്റ് ഫോർ ചാണ്ടിങ്. ആ ചാണ്ടിങ് എങ്ങനെ വരും? കൃഷ്ണനെ മറന്നുപോയി. കൃഷ്ണനെ അറിയും, കൃഷ്ണനെ ഓർക്കണം. അതെങ്ങനെ? മനസ്സ് കൃഷ്ണന്റെ അടുത്ത് തന്നെ തിരിക്കണം. തിരിച്ചു വന്നാൽ നമുക്ക് ആ നാമരുചി നമുക്ക് ഈസി ആയിട്ട് രുചി നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ആചാര്യന്മാർ അതാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ ഭക്തി വിനോദ് താക്കൂര എന്ന് പറഞ്ഞാൽ ശ്രീല പ്രഭുപാദിന്റെ ഗുരുവിന്റെ അച്ഛനാണ്. ഹി വാസ് ദ വെരി വെരി സീനിയർ ഗൗഡിയ വൈഷ്ണവ ആചാര്യരാണ്. അപ്പൊ അവരെന്താ പറയുന്നത്? നമ്മൾ നാമജപം ചെയ്യുമ്പോ നമ്മളുടെ മാല കയ്യിലുണ്ട്. അപ്പൊ ഓരോരോ ബീഡ് നമ്മൾ ഇങ്ങനെ തൊട്ട് ചെയ്യുമ്പോ ഞാൻ കൃഷ്ണന്റെ പാദങ്ങളാണ് തൊടുന്നത്, തടവി കൊടുക്കുന്നത്. ആ വിചാരത്തോടെ നമ്മൾ ചാണ്ടിങ് ചെയ്യുമ്പോ നമ്മളുടെ ചാണ്ടിങ് പ്യുവർ ആയിട്ട് കിട്ടും. നമ്മളുടെ മനസ്സും ക്ലീൻ ആയിട്ട് വരും. നമുക്ക് എപ്പോഴും ഭക്തി വരും. അതിന് ഭക്തി വിനോദ് താക്കൂര പറഞ്ഞത്, ആ നാമജപം ചെയ്യുമ്പോ ആ ഓരോരോ ബീഡും നമ്മൾ തൊടുമ്പോ കൃഷ്ണന്റെ പാദങ്ങളാണ് നാം തടവി കൊടുക്കണം. അങ്ങനെ ഒരു വിചാരത്തോടെ ചെയ്യണം. പിന്നെ ഈ കൃഷ്ണന്റെ രൂപം, കൃഷ്ണന്റെ കഥയൊക്കെ വായിക്കുമ്പോ നമ്മൾക്ക് എപ്പോഴും കൃഷ്ണന്റെ ആ സ്റ്റോറി വായിച്ചാൽ തന്നെ മതി, നമ്മൾക്ക് എപ്പോഴും ഭഗവാനെ വിചാരിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഓൺലി എ ഷോർട്ട് ഇത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് ഇപ്പൊ വി ഹാവ് ടു ഡു സ്റ്റാർട്ട് ചാണ്ടിങ്. ചാണ്ടിങ് ചെയ്യുമ്പോൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തോളൂ. ഓഡിയോ മ്യൂട്ട് ആയാലും കുഴപ്പമില്ല, പക്ഷെ വീഡിയോ ഓൺ ആകണം. പിന്നെ 54 പ്രാവശ്യമാണ് നമ്മൾ നാമജപം ചെയ്യാൻ പോണത്. ആ 54 പ്രാവശ്യം കഴിഞ്ഞിട്ട് നിങ്ങൾ തീർത്തില്ലെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ അറ്റ് ഹോം. അത് മാത്രമല്ല, എപ്പോഴും നിങ്ങൾ 108 എന്ന് വിചാരിക്കേണ്ട. 108 ഒരു മാല ചെയ്താൽ മതി, 2 മാല ചെയ്താൽ മതി എന്നല്ല. കണ്ടിന്യൂസ്ലി ചാണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മറ്റൊക്കെ ജോലി ചെയ്യുമ്പോൾ നാവ് വെറുതെ അല്ലേ, നമ്മളുടെ മൗത്ത് വെറുതെ അല്ലേ ഇരിക്കണത്. ഇല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് വേണ്ട. അതിന് പകരം ജോലി ചെയ്യുമ്പോൾ തന്നെ കീപ് ഓൺ ചാണ്ടിങ്, കൃഷ്ണനാമം ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തന്നെ നമ്മുടെ മനസ്സ് ക്ലീൻ ആവും. നമ്മൾക്ക് മനസ്സിൽ ഭഗവാൻ വന്നിരിക്കും. നമ്മൾക്ക് ആ അനുഭവം നമ്മൾക്ക് കിട്ടും. വി വിൽ ഗെറ്റ് ഭക്തി 100%. വി വിൽ ഗെറ്റ് ഇറ്റ്. ആൻഡ് എല്ലാവരും ഈ നാമജപം മാത്രം ചെയ്തു തന്നെ 100% all of you can go to Goloka. Okay, Hare Krishna everybody. Please take out your malas. Mala ullavarokka mala eduthollu and we will start chanting. Reshma, when it is 54, please remind me. Okay. Okay, everybody. Okay, Jai Shri Krishna Chaitanya. Adu aa naamam chollikollu ellavarum. Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shrivasadi Gaura Bhakta Vrinda. കിട്ടിയോ എല്ലാവർക്കും? ഓൾ ഓഫ് യു നോ ദാറ്റ് നൗ അല്ലേ? എല്ലാവർക്കും അത് അറിയാം. ഓക്കെ, ഒരിക്കൽ കൂടി ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാമം ജപിക്കാൻ തുടങ്ങാം. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna Krishna Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna Krishna Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Rama Rama Hare Rama Hare, Rama Hare Hare, Hare Hare Krishna Krishna Hare Krishna 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 Hare Krishna Krishna Hare Krishna Hare, Krishna Hare Hare Hare, Rama Rama Hare Rama 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 Hare Hare, Rama Hare Hare Hare, Krishna Hare Krishna 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 Hare Krishna Krishna Hare Krishna Hare, Krishna Hare Hare Hare, Rama Rama Hare Rama Rama Hare Rama Hare, Rama Hare Hare Hare, Krishna Hare Krishna Krishna Hare Krishna 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 Hare Krishna Hare,
ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ. ഹരേ 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 യെസ് മാതാജി. എല്ലാരും ജയ ശ്രീ കൃഷ്ണ അത് ഒരിക്കൽ കൂടി പറയണം കേട്ടോ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ദിവസം ഒരുപാട് നാമം ചൊല്ലിക്കൊള്ളൂ. ബീഡ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എപ്പോഴും നാമം ചൊല്ലിക്കൊള്ളൂ. All of you will go straight to Goloka. Okay, Hare Krishna everybody. Hari Bol. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ നല്ല രീതിയിൽ തന്നെ ചാൻഡിങ്ങും അതോടൊപ്പം തന്നെ നാമമാഹാത്മ്യവും പറഞ്ഞു തന്നു. താങ്ക് യു രുക്മിണി മാതാജി. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഭഗവത്ഗീത ക്ലാസ്സിനായിട്ട് ഞാൻ നമ്മുടെ രാധാശക്തി മാതാജിനെ ക്ഷണിക്കുന്നു. മാതാജിനെ കുറിച്ച് പറയാൻ ഒരു ചെറിയൊരു ഇൻട്രോ. മാതാജിയുടെ ശരിക്കുള്ള പേര്, ഭൗതിക നാമം ശ്രീദേവി ശശിധരൻ എന്നാണ്. മാതാജി ഒരു 30 കൊല്ലത്തോളം മസ്കറ്റിലായിരുന്നു അവരുടെ ഫാമിലിയോടൊപ്പം താമസിച്ചിരുന്നത്. മാതാജി മസ്കറ്റിൽ വെച്ചിട്ടായിരുന്നു ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ ഇസ്കോണിന്റെ ഭക്തിശാസ്ത്രി ക്ലാസ്സസ് എടുക്കാറുണ്ടായിരുന്നു മസ്കറ്റിൽ വെച്ചും. അതോടെ തന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് മാതാജി ഒരു ഇൻഷുറൻസ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് മസ്കറ്റിൽ വെച്ചിട്ട്. മാതാജിയുടെ ഹസ്ബൻഡ് ഒരു സീനിയർ ഇംഗ്ലീഷ് ലെക്ചറർ ആയിരുന്നു അവിടുത്തെ കോളേജ് ഓഫ് ബാങ്കിങ്ങിൽ മസ്കറ്റിൽ തന്നെ. മസ്കറ്റിൽ വെച്ചിട്ടായിരുന്നു മാതാജിക്ക് ദീക്ഷ കിട്ടിയതും. മാതാജിയുടെ ദീക്ഷാഗുരു ഹിസ് ഹോളിനസ് ജയപ്രതാപ് സ്വാമി മഹാരാജാണ്. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അവര് നാട്ടില് കൊച്ചിയിൽ സെറ്റിലായി. മാതാജി ഇവിടെയും ഭക്തിവൃക്ഷ ക്ലാസ്സസും അതോടൊപ്പം തന്നെ ഭഗവത്ഗീത ക്ലാസ്സസ് എടുക്കാറുണ്ട്. മാതാജി നാരായണീയം ഇംഗ്ലീഷില് നാരായണീയം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന മാതാജിയുടെ ഒരു സീരീസും ഉണ്ട് യൂട്യൂബ് ചാനലില് മാതാജിയുടെ. സോ ഇന്നത്തെ ക്ലാസ്സിനായിട്ട് ഞാൻ രാധാശക്തി മാതാജിനെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ, ഹരി ബോൾ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ, കേൾക്കാലോ അല്ലേ? യെസ് മാതാജി. ഹരേ കൃഷ്ണ, എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിലെ 21-ാം ശ്ലോകം തുടങ്ങി 8-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം വരെയാണ്. 19 ശ്ലോകങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്കൊരു 3/4 മണിക്കൂർ കഷ്ടിയാണുള്ളത്. നമുക്ക് നേരെ ശ്ലോകങ്ങളിലേക്ക് പോവാം. അതിനു മുൻപ് നമുക്കൊന്ന് ഗുരുപ്രണാമം നമുക്ക് ചൊല്ലാം. ഗുരുവാണല്ലോ ഈ ഭൗതിക ലോകത്തില് ഭഗവാന്റെ പ്രതിനിധി അല്ലെ? അപ്പൊ ഗുരുവിനെ വണങ്ങിയിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത പ്രണാമം. അപ്പൊ നമുക്ക് നേരെ ശ്ലോകത്തിലേക്ക് പോവാം. 7-ാം അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകം തുടങ്ങാം കേട്ടോ.
വായിക്കാം. അതിന്റെ ട്രാൻസ്ലേഷനും മറ്റൊക്കെ ഡിസ്കസ് ചെയ്യും. യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. വിവർത്തനം: ഞാൻ പരമാത്മരൂപേണ സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. ഏത് ദേവതയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്തക്ക വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് ഞാനാണ്. ഇതാരാ പറയണേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയാണ്. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു എന്താണ് വിഷയസുഖങ്ങളിലുള്ള ആസക്തി കാരണം മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? അനേക നിയമങ്ങൾ, പല നിയമങ്ങളും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല നിയമങ്ങളെല്ലാം പാലിച്ച് അതാത് ദേവി ദേവതമാരെ ഉപാസിക്കുന്നു, അല്ലെ? പൂർവജന്മ കൃതം അനുസരിച്ച് നമ്മൾ നാനാ ഇച്ഛകളും കൊണ്ടുവന്ന നാനാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും കൊണ്ടാ വന്നിരിക്കുന്നത്. ജന്മത്തിന്റെ ഫലം, പൂർവ്വജന്മങ്ങളിൽ നിന്നും നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി പുത്ര, പശു, സ്വർഗ ആദി വിഷയങ്ങളിലുള്ള ആ ആസക്തി കാരണം നമ്മൾ എന്താ ചെയ്യണേ? അതാത് ദേവതമാരെ നമ്മൾ ആരാധിക്കുന്നു. അപ്പൊ ഈ ശ്ലോകത്തിൽ ഇവിടെ ഭഗവാൻ എന്താ പറയണത്? അതാത് ദേവതയിലൂടെ നമ്മൾ ഏതൊക്കെ ദേവതമാരെ നമ്മൾ പൂജിക്കുന്നു, അതാത് ദേവതമാരിലൂടെ ജീവാത്മാവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതും വാസുദേവൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ജീവാത്മാവും ദേവതയും ഭഗവാന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അൾട്ടിമേറ്റ് ഇതാരാണ്? ഭഗവാനാണ്. ഭഗവാനിൽ നിന്നുമാണ് ഇതെല്ലാം വരുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. 22ാമത്തെ ശ്ലോകം നോക്കാം. സതയാ ശ്രദ്ധയാ യുക്ത തസ്യാരാധനമീഹതേ ലഭതേ ച തതഃ കാമാൻ മയ്യൈവ വിഹിതാൻ. അങ്ങനെ വിശ്വാസമുറപ്പിച്ച് ഒരു ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തിക്ക് താൻ ഇച്ഛിക്കുന്നത് കൈവരും. വാസ്തവത്തിൽ ഈ അഭീഷ്ടം നിറവേറ്റുന്നത് ഞാൻ തന്നെ. അപ്പൊ ഭഗവാൻ വീണ്ടും അത് തന്നെ ഇങ്ങനെ പറയാണ്. അതായത് ഭൗതിക നേട്ടങ്ങൾക്കായി മനുഷ്യൻ വൈദിക വിധി പ്രകാരം തന്നെ ദേവതകളെ ആരാധിക്കുന്നു, അല്ലെ? പല ദേവതമാർക്ക് പല വിധികൾ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ. ഇപ്പൊ രോഗശാന്തിക്കായിട്ട് സൂര്യദേവനെ ആരാധിക്കുന്നു. മറ്റേ വിദ്യാഭ്യാസത്തിന് സരസ്വതി ദേവിയെ പൂജിക്കുന്നു. നല്ലൊരു ഭാര്യയെ കിട്ടാൻ വേണ്ടി ഉമാദേവിയെ പൂജിക്കുന്നു, അല്ലെ? അപ്പൊ ഓരോരോ ദേവീ ദേവന്മാർക്കും സവിശേഷ പൂജാവിധികള് ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുണ്ട്. പക്ഷെ ഭഗവാന്റെ അനുവാദമില്ലാതെ ദേവന്മാർക്കും സ്വഭക്തന്മാരുടെ അഭീഷ്ടങ്ങള് നിറവേറ്റിക്കൊടുക്കാൻ ആവില്ല. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് 33 കോടി ദേവതകളുണ്ട്, അല്ലെ? നമുക്കിപ്പോ പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സും ഇല്ലേ, അല്ലെ? കാലാവധി കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? ആ മന്ത്രിമാര് വിരമിക്കുന്നു. എന്നിട്ട് വേറൊരു കൂട്ടം മന്ത്രിമാര് ചാർജ് എടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്കുമുണ്ട് എന്ത്? 33 കോടി ദേവതമാര്. അപ്പൊ ഓരോ ഇപ്പൊ അടുത്ത ഇപ്പൊ നമുക്കൊരു ബ്രഹ്മാവുണ്ട്. അടുത്ത ബ്രഹ്മാവ് ആരാണെന്ന് അറിയോ ആർക്കെങ്കിലും? ഇനിയൊരു ബ്രഹ്മാവ്. ഈ ബ്രഹ്മാവിന്റെ ആ ബ്രഹ്മാവിന്റെ 3.2 ട്രില്യൺ എർത്ത് ഇയേഴ്സ് ആണ് ആ ബ്രഹ്മാവിന്റെ കാലാവധി. നമ്മുടെ 3.2 ട്രില്യൺ ഇയേഴ്സ്. ഓക്കെ, ആ ബ്രഹ്മാവിന്റെ 100 വർഷം. ബ്രഹ്മാവിന് അത് 100 വയസ്സാണ്. ബ്രഹ്മാവിന്റെ 100 വർഷം. അപ്പൊ അത് കഴിയുമ്പോ ഇനി അടുത്ത ബ്രഹ്മാവ് ആരാവെന്ന് അറിയാമോ? ഇപ്പോഴത്തെ ഹനുമാനാണ് അടുത്ത ബ്രഹ്മാവ് എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രൻ. ഓരോ മന്വന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുവിന്റെ കാലാവധി. ഓരോ ഒരു ബ്രഹ്മാവിന്റെ ദിനത്തില് 14 മനുക്കൾ വന്നും പോയി കൊണ്ടിരിക്കും, അല്ലെ? നമ്മൾ സ്വയംഭൂവ മനു, വൈവസ്വത മനു, ഒരുപാട് മനുക്കളുണ്ട്, 14 മനുക്കൾ. അപ്പൊ ഓരോ മന്വന്തരത്തിലും ഈ ദേവതമാരും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രൻ, ഇപ്പൊ നമുക്കൊരു ഇന്ദ്രൻ ഉണ്ട്. ദേവേന്ദ്രൻ, ദേവന്മാരുടെ രാജാവ് ഇന്ദ്രൻ ആരായിരിക്കും എന്നറിയോ ആർക്കെങ്കിലും? ആരായിരിക്കണം? നമുക്ക് എല്ലാവർക്കും അറിയാം, ബലിമഹാരാജാവിന്റെ കഥ, അല്ലെ? ബലിമഹാരാജാവാണ് അടുത്ത ഇന്ദ്രൻ. അപ്പൊ ബലിമഹാരാജാവ് എന്താ ചെയ്തത്? അന്ന് മുമ്പ് ഒരുപാട് യജ്ഞങ്ങൾ നടത്തി ഇന്ദ്രന്റെ സ്ഥാനം പിടിച്ചെടുക്കാൻ. പക്ഷെ ഈ മന്വന്തരത്തില് ഈ ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ ഇന്ദ്രൻ, അല്ലെ? അദ്ദേഹത്തിന്റെ കാല വിരമിക്കുമ്പോഴേ അടുത്ത ഇന്ദ്രനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? വാമനന്റെ രൂപത്തിൽ വന്ന് ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി പാതാളത്തിലേക്ക് തള്ളി. നമ്മൾ പറഞ്ഞ പാതാളമല്ല, സുതളത്തിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അടുത്ത മന്വന്തരം ആവുമ്പോൾ എന്ത് പറ്റുന്നു?
ബലി മഹാരാജാവ് മഹാബലി ഇന്ദ്രനാവുന്നു. അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രൻ മഹാബലി. അങ്ങനെ എല്ലാവരുടെയും ഇത് മാറിക്കൊണ്ടിരിക്കും അല്ലെ. മറ്റേ ദേവീദേവതമാരുടെയൊക്കെ കാലാവധി മാറിക്കൊണ്ടേയിരിക്കും. അവർക്ക് തന്നെ സ്ഥിരതയില്ല, അവരുടെ സ്ഥാനത്തിന് സ്ഥിരതയില്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് അപ്പൊ പിന്നെ ഈ ദേവീദേവതമാര് അനുഗ്രഹം എന്ന് പറയുന്നത് അതും ക്ഷണികങ്ങളല്ലേ. അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും അതും ക്ഷണികങ്ങളല്ലേ, താൽക്കാലികമല്ലേ. കാരണം അവരുടെ സ്ഥാനങ്ങളെ താൽക്കാലികമാണ്. അപ്പൊ പിന്നെ ദേവീദേവതമാരുടെ സ്ഥാനങ്ങളെ താൽക്കാലികമാണ്. അപ്പൊ പിന്നെ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും സ്ഥിരമായിട്ടുള്ളതല്ല, ക്ഷണികങ്ങളാണ്, താൽക്കാലികമാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നു അടുത്ത ശ്ലോകത്തില്, 23-ാമത്തെ ശ്ലോകത്തില് എന്താ പറയണത് നമുക്ക് നോക്കാം. അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്തായാന്തി മാമപി. മൂഢന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഫലമാകട്ടെ തുച്ഛവും ക്ഷണികവുമത്രേ. ദേവന്മാരെ പൂജിക്കുന്നവർ ആ ദേവന്മാരുടെ ലോകങ്ങളിലെത്തും. എന്റെ ഭക്തന്മാരാകട്ടെ പരമോന്നതമായ എന്റെ ധാമത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ എന്താ പറയുന്നത്? തിരിച്ച് ഭഗവാന്റെ ധാമത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങള് നമുക്കൊരു മാർഗ തടസ്സമാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് അല്ലെ. മുക്തി തരാൻ ആർക്കാണ്? ആർക്കും പറ്റില്ല. എക്സെപ്റ്റ് ആര്? മുക്തിപ്രദായകനായ മുകുന്ദന് മാത്രമേ മുക്തി തരാനാവുള്ളൂ. വേറെ ആർക്കും മുക്തി? നമുക്ക് പലതും നമുക്ക് ചോദിക്കാം. പണം ചോദിക്കാം, പിന്നെ ഭക്ഷണം ചോദിക്കാം, വിദ്യാഭ്യാസം ചോദിക്കാം, എല്ലാം നമുക്ക് ചോദിക്കാം. പക്ഷെ മുക്തിപ്രദായം നമുക്ക് ഈ ജന്മം കഴിഞ്ഞിട്ട് നമുക്കൊരു മോചന മുക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ അത് മുകുന്ദന് മാത്രമേ സാധിക്കൂ. അതാ ഭഗവാൻ ഇവിടെ പറയണത്. എന്താണ്? മൂഢന്മാരാണ് ദേവത. കാരണം അത് ശാശ്വതമല്ല. അതുകൊണ്ടിട്ട് ഓക്കെ. എന്നിട്ട് മനസ്സിലാവേണ്ടെന്ന് ഞാൻ വിചാരിക്കണു. ഇല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് പറയണം കേട്ടോ. 24-ാമത്തെ ശ്ലോകം. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയഃ പരം ഭാവമജാനന്തോ മമാവ്യയമനുത്തമം. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ കൃഷ്ണൻ ഒരിക്കൽ അവ്യക്തിഗതനായിരുന്നുവെന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ കരുതുന്നു. അക്ഷയവും അത്യുന്നതവുമായ എന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെ പറ്റി അല്പജ്ഞാനികൾക്ക് അറിഞ്ഞുകൂടാ. എന്താ 9-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകത്തിൽ വരുന്നുണ്ടത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എന്താ? അവജാനന്തി മാം മൂഢ എന്ന് ഭഗവാൻ പറയുന്നത്. അവർക്ക് അറിയില്ല, മൂഢന്മാർക്ക് എന്നെ അറിയില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെറും ശാസ്ത്ര പഠനം കൊണ്ടൊന്നും ഭഗവാനെ അറിയാൻ നമുക്ക് സാധിക്കില്ല. എന്ത് വേണം? ഭഗവാന്റെ കനിവും നമ്മുടെ പരിശ്രമവും നമ്മുടെ ഭക്തിയും ഭഗവാന്റെ അനുഗ്രഹവും രണ്ടും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കും. ഒരു അടി അതിന് നമ്മൾ തുടങ്ങിയാൽ മതി. ഒരു അടി നമ്മൾ മുമ്പോട്ട് വെച്ചാൽ മതി. ഭഗവാൻ തന്നെ പറയേണ്ട ഭഗവത്ഗീതയിൽ, ഒരു അടി മുമ്പോട്ട് വെച്ചാൽ 10 അടി ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് വരും. സ്റ്റാർട്ടിങ് ഒന്ന് ഇതാക്കിയാൽ മതി. അപ്പൊ ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് വരും. അതിന്റെ ആദ്യ പടിയാണ് എന്ത്? ഇപ്പൊ രുക്മിണി മാതാജി പറഞ്ഞു, പല ക്ലാസ്സുകളിലും എന്താണ് ആദ്യ പടി? ജപം മുടക്കാതിരിക്കുക. ഓക്കെ. 25 വായിക്കാം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. വിവർത്തനം. ബുദ്ധിയില്ലാത്തവർക്കും മൂഢന്മാർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാവില്ല. യോഗമായ എന്ന എന്റെ അന്തരംഗ ശക്തി അവരിൽ നിന്നും എന്നെ മറച്ചു വെക്കുന്നു. തന്മൂലം അജനും അവ്യയനുമാണ് ഞാൻ എന്ന് അവർ അറിയുന്നതുമില്ല. അപ്പൊ എന്താണ്? ഭഗവാൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഭഗവാനെ അറിഞ്ഞവർ വിരളമായിരുന്നു. ഉദ്ധവരുണ്ടായിരുന്നു, കുന്തിദേവി, കുന്തിസ്തുതി നമുക്കറിയാം അല്ലെ. കുന്തിസ്തുതി ഭാഗവതത്തിൽ നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. സപ്താഹത്തിന് പോയവര് കേട്ടിട്ടുണ്ടാവും, ഭാഗവതം വായിച്ചവർക്കുണ്ടാവും കുന്തിസ്തുതി അല്ലെ. അപ്പൊ ഭഗവാന്റെ യോഗമായാല് മൂടിയിരിക്കുന്ന ആ രൂപം തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അത് കാണണമെങ്കിൽ വളരെ സാധനകളിലൂടെ മാത്രമേ കാണൂ. അത് വളരെ പ്രയാസമുള്ള കാര്യം. വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ എന്നെ അറിഞ്ഞിരുന്നുള്ളൂ എന്ന് ഭഗവാൻ പറയാം. നമുക്കിപ്പോ കുറച്ചു പേരുടെയെങ്കിലും കാര്യം, ഇപ്പൊ നമ്മൾ ഉദ്ധവന്റെ കാര്യം പറഞ്ഞു, കുന്തിദേവിയുടെ കാര്യം പറഞ്ഞു. അതുമാതിരി വേറൊരു ഉദാഹരണമാണ് ആര്? യുധിഷ്ഠിര മഹാരാജാവിന്റെ ദൂതനായിട്ട് ഭഗവാൻ പോയി കൗരവ സഭയിലേക്ക് അല്ലെ. ദൂതനൻ. അർജുനനോ? ഇപ്പൊ നമ്മൾ ഈ ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുന്നു. അർജുനന്റെ തേരാളി, ഡ്രൈവറാണ് ഭഗവാൻ. നോക്കൂ, ആലോചിച്ച് നോക്കൂ. അതുമാതിരി യശോദാമ്മ ഭഗവാനെ കെട്ടിയിട്ട് വരലുമേ അല്ലെ.
ഭഗവാനെ കെട്ടാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പിന്നെ വേറൊരു ഉദാഹരണം ദ്രൗപദി. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. ദ്രൗപദിക്കോ ദുശാസനൻ വിവസ്ത്രയാക്കാൻ ശ്രമിച്ചപ്പോ എന്താ, ഒരു തുണി മില്ല് തന്നെ കൊടുത്തു. ടെക്സ്റ്റൈൽ ഫാക്ടറി, തുണി മില്ല് തന്നെ കൊടുത്തു. ആർക്ക്? ദ്രൗപദിക്ക്. പിന്നെ എത്ര വലിച്ചിട്ടും ദുശാസനന് മതിയായി. കാരണം അവിടെ തുണിമില്ലിന്റെ ഉടമയായി മാറി ദ്രൗപദി. അങ്ങനെ കൊടുത്തോണ്ടിരുന്നു അല്ലേ? അപ്പൊ ഭഗവാനെ അറിയുന്നവർ, ഭഗവാൻ പറയാം, എന്നെ അങ്ങനെ വളരെ വളരെ ശുദ്ധമായിട്ടുള്ള ഭക്തരെ അറിഞ്ഞവര് വളരെ കുറവായിരുന്നു. ബാക്കിയുള്ളവർക്കൊന്നും ഭഗവാനെ അറിയാൻ സാധിച്ചിരുന്നില്ല വന്നപ്പോൾ എന്ന് ഞാനിവിടെ ഇന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. ഓക്കെ, 26 വായിക്കാം. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദന കശ്ചന. ഹേ അർജുന, പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേലിൽ വരാൻ പോകുന്നതുമായ എല്ലാം അറിയാം. എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതരാണ്. പക്ഷെ എന്നെ ആർക്കും അറിയാൻ വയ്യ. അപ്പൊ ഇവിടെ ഇത് തന്നെ നമ്മൾ മുൻപ് 2-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അതിൽ കണ്ടു. 2-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകത്തില് നത്വേവാഹം ജാതുനാസം നത്വം നീമേ ജനാധിപ. ഓർമ്മയുണ്ടോ ആ ശ്ലോകം നമ്മൾ പഠിച്ചത്? എന്താ ഭഗവാൻ പറഞ്ഞ അർജുനോട്? നീയും ഞാനും ഈ കാണുന്ന യോദ്ധാക്കളും എല്ലാവരും പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നാളെയും ഉണ്ടാവും അല്ലെ? നമ്മൾ ആരും ഇല്ലാണ്ടാവുന്നില്ല എന്ന് അർജുനോട് പറയണ. പക്ഷെ അത് നീ അറിയുന്നില്ല, ഞാനത് അറിയുന്നു. അതുപോലെ 4-ാം അധ്യായത്തില് വിവസ്വാന്റെ കാര്യം പറയണ്ടേ, ഭഗവാൻ പറയണ്ടേ, ഞാൻ ഈ ജ്ഞാനം ആദ്യം പകർന്നു കൊടുത്തത് വിവസ്വാന്, സൂര്യദേവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അർജുനൻ ചോദിക്കുക, സൂര്യദേവനോ? സൂര്യദേവൻ പണ്ടോട്ടേ ഉള്ളതല്ലേ, നമ്മൾ ഇപ്പോഴല്ലേ ജനിച്ചത്, പിന്നെ എങ്ങനെ സൂര്യദേവന് പറഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കുമ്പോ പിന്നെയും അത് തന്നെ ഭഗവാൻ പിന്നെയും പറയാം. എന്താ പറയണേ? ഇത് നമ്മള് രണ്ടുപേരും നമ്മളെല്ലാവരും ഒരുപാട് ജന്മങ്ങള് മുൻപും എടുത്തിട്ടുണ്ട്, ഇനിയും എടുക്കാനിരിക്കണു, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കണു. നീ അതൊന്നും അറിയുന്നില്ല, എനിക്കതെല്ലാം ഓർമ്മയുണ്ട് എന്ന് ഭഗവാൻ പറയാണ് അല്ലെ? എല്ലാം ഭഗവാന് ഓർമ്മയുണ്ട്. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞേ, എനിക്ക് എല്ലാം അറിയാം, എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതരാണ്, പക്ഷെ എന്നെ ആർക്കും അറിയില്ല. ഭഗവാൻ എല്ലാവരെയും അറിയാം. ആരായിരുന്നു, നമ്മളെ എന്താവാൻ പോണു എന്നുള്ളത് ഭഗവാന് എല്ലാം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, ഭൂതം ഭാവി വർത്തമാനം എല്ലാം ഭഗവാന് അറിയാം. നമുക്കാണ് ഒന്നും അറിയാത്തത്. ഇനി 27 വായിക്കാം. ഇച്ഛാദ്വേഷ സമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേയാന്തി പരന്തപ. ഹേ ശത്രുഞ്ജയനായ ഭാരത, എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽക്കേ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളാൽ വ്യാമോഹിതരാകുന്നു. എന്താ പറയണേ? നമ്മുടെ മൂലതത്വം എന്ന് പറയുന്നത് എന്താണ്? സച്ചിത് ആനന്ദ സ്വരൂപമാണ് നമ്മുടെ മൂലതത്വം. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്, എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. പക്ഷെ മായാമോഹിതരായിട്ട് രാഗദ്വേഷങ്ങളുടെ ഈ ഭൗതിക ഭൂമിയിൽ, ഭൗതിക ലോകത്ത് വന്ന് പതിച്ച് രാഗദ്വേഷങ്ങളാൽ മൂടപ്പെട്ട് അതിനാൽ ബന്ധിതരായിട്ട് മായാമോഹിതരായിട്ട് നമ്മുടെ സ്വരൂപം നമ്മൾ മറന്നുപോയി. ഞാൻ എൻ്റെ എന്നുള്ള മത്സരഭാവമായി അതിൻ്റെ ഇടയിൽ അതിൽ നമ്മൾ ബന്ധിതരായി. അങ്ങനെ നമുക്ക് നമ്മുടെ സ്വരൂപം തന്നെ നമ്മൾ മറന്നുപോയി. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ പരമാത്മാവിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ മായാമോഹത്തില് ബന്ധിതരായിട്ട്, മായയാണ് നമ്മളെ വലിച്ചു മൂടി ആവരണം ചെയ്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക. കൂടാതെ നമുക്ക് ഒരുപാട് മോഹങ്ങളും ഉണ്ട്, രാഗദ്വേഷങ്ങളിൽ പെട്ടുകിടക്കുകയാണ്. ഇതെല്ലാം കാരണം നമ്മൾ നമ്മുടെ സ്വരൂപം തന്നെ മറന്നുപോയി. പരമപുരുഷനായ ഹേ ശത്രുഞ്ജ ഭാരത, എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽക്കേ രാഗദ്വേഷങ്ങളായ ദ്വന്ദ്വങ്ങളാൽ വ്യാമോഹിതരാണ്. നമ്മൾ വ്യാമോഹിതരായിട്ട് കിടക്കണു. നമ്മളെ തന്നെ മറന്നു പോയിരിക്കുകയാണ്. ഓക്കെ, 28 വായിക്കാം. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രതാഃ. ട്രാൻസ്ലേഷൻ: പൂർവജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ നിർമാർജനം ചെയ്ത് ദ്വന്ദ്വ വ്യാമോഹങ്ങളിൽ നിന്നും വിമുക്തരാകുന്നു. അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എന്റെ സേവനത്തിൽ മുഴുകും. ഇങ്ങനെയുള്ള പൂർവജന്മ കൃതം, ആ പുണ്യം, ആ മുമ്പ് ചെയ്ത പുണ്യം, അങ്ങനെ ആ പുണ്യത്തിന്റെ ഫലമായിട്ട് ജനിച്ചവർക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. അല്ലാത്തവർ ഇങ്ങനെ കിടന്ന് ഈ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ ഉഴലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും എന്തൊക്കെയോ പുണ്യം ചെയ്ത് കാണും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു നേരത്തെ ഇത് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ നേരത്തെ എന്തൊക്കെ ചെയ്യാം അല്ലെ? TV കാണാം, എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യാം. പക്ഷെ എന്നാലും ആരോടെങ്കിലും ഒക്കെ വർത്തമാനം പറയാം, കമ്പ്യൂട്ടറിലിരിക്കാം, ഫോണിൽ വർത്താനം പറയാം. പക്ഷെ നമുക്കിങ്ങനെ എന്തോ നമ്മളൊരു പുണ്യകർമ്മം ചെയ്തതിന്റെ ഫലമാണ് നമുക്ക് ഈ നേരത്തെ ഇങ്ങനെ ഇരുന്ന്
ഭഗവത് കഥനം നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് അല്ലെ. ജന്മജന്മാന്തരങ്ങളായിട്ട് മായാമോഹത്തിൽ പെട്ട് പാപപൂർണമായിട്ട് ജീവിതം ജീവിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ വന്ന് പെട്ടിരിക്കുന്നത്. നമുക്ക് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല അല്ലെ. ഇതിൽ നിന്ന് മുക്തരാകാൻ നമുക്ക് സാധിക്കുന്നുമില്ല അല്ലെ. ഇങ്ങനെ ഒരു ജന്മം, ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല. അതിനുള്ള ബുദ്ധിയും നമുക്കില്ല. ഇങ്ങനൊരു ജീവിതം ഇതാണ് എല്ലാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യൻ അല്ലെ. അങ്ങനെ മനസ്സിൽ ഇതിന് പിന്നെയും ആഗ്രഹങ്ങളും ഒക്കെ വച്ച് പുലർത്തി പിന്നെയും എങ്ങനെയൊക്കെയാ വെട്ടിപ്പിടിക്കണ്ടേന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ട് നടക്കണേ. ഇതിന്റെ അപ്പുറത്തൊന്നുണ്ടെന്ന് മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അല്ലെ. അപ്പൊ നമ്മളെ ഈ മായ എന്ന് പറഞ്ഞ ഈ സംഭവം, ഭഗവാന്റെ മായ നമ്മളെ ആവരണം ചെയ്തത് കൊണ്ടിട്ടാണ് ഇങ്ങനൊരു സ്ഥിതിയിൽ നമ്മൾ പെട്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഇത് നമ്മൾ തുടച്ചു നീക്കുക? ഭക്തിയുത സേവനം മാത്രം. ഭക്തിയുത സേവനത്തിലൂടെ എന്ത് പറ്റും? മുഴുകിയിരിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് നമ്മുടെ മൂലസ്വരൂപം നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. നമുക്കത് തിരിച്ചെടുക്കുകയും ചെയ്യാം. നമുക്ക് ഈ മായയെ തുടച്ചു മാറ്റാം. നമ്മുടെ മൂലസ്വരൂപത്തെ നമുക്ക് തിരിച്ച് വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അടുത്തത് 29 അല്ലേ? 29. ജരാ മരണമോക്ഷായ മാമാശ്രിത്യ യതന്തി യേ തേ ബ്രഹ്മ തദ്വിദു കൃത്സ്ന മധ്യാത്മം കർമ്മ ചാഖിലം. ട്രാൻസ്ലേഷൻ: വാർദ്ധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാൻ പ്രയത്നിക്കുന്ന ബുദ്ധിമാന്മാർ ഭക്തിഭരിതമായ സേവനത്താൽ എന്നെ ആശ്രയിക്കുന്നു. ആധ്യാത്മിക പ്രവർത്തനങ്ങളെപ്പറ്റി പൂർണ്ണജ്ഞാനമുള്ള അവർ വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ. എന്താ? ജരയും മൃത്യുവുമൊക്കെ എന്താ? ശരീരത്തിനുള്ളതാണ്. ആത്മാവിന് ജന്മ മൃത്യു ജരാബാധി ആത്മാവിനെ ബാധിക്കുന്നില്ല അല്ലെ. നമ്മുടെ ശരിയായിട്ടുള്ള നമ്മുടെ മൂലസ്വരൂപം തിരിച്ചു കിട്ടുമ്പോൾ എന്ത് പറ്റും? നമ്മളും ഭഗവാന്റെ സഖാക്കളിലെ ഒരാളായിട്ട് നമ്മൾ ഭഗവത് ധാമത്തില് ഭഗവാനോടൊപ്പം നമുക്ക് ജീവിക്കാൻ, നമുക്ക് വസിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഭഗവാന്റെ അംശങ്ങളാകയാല് എന്താ പറ്റണേ? നമ്മളും സച്ചിദാനന്ദ സ്വരൂപികളാണ് അല്ലെ. ഗുണം കൊണ്ട് ഒന്ന് തന്നെ, അളവ് കൊണ്ട് വ്യത്യാസമാണ്. ഇപ്പൊ പ്രഭുപാദര് ഉദാഹരണം പറഞ്ഞത് കടൽ വെള്ളത്തിന്റെ ഒരു തുള്ളി കടൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതേ ഉപ്പുരസാണ്, കടലിന്റെ അതേ ഉപ്പുരസാണ് ഒരു തുള്ളി ആ വെള്ളത്തിന് അല്ലെ. പക്ഷെ ആ ഒരു തുള്ളിയാണോ കടലാണോ? തുള്ളിയാണ്. കടലാണ് അല്ലെ. പക്ഷെ രണ്ടും ഗുണം കൊണ്ട് ഒന്ന്, അളവ് കൊണ്ട് വരെ. അതുപോലെ തന്നെ നമ്മളും ഭഗവാന്റെ തന്നെ പ്രകൃതത്തിലാണ്. ആ ഗുണമാണ് നമുക്കും. ഭഗവാന്റെ തന്നെ ഗുണമാണ് എന്ത്? സച്ചിദാനന്ദ സ്വരൂപം. അതേ സ്വരൂപമാണ് നമുക്കും. സച്ചിത് ആനന്ദ സ്വരൂപം നമുക്കുമാണ്. പക്ഷെ ഗുണം കൊണ്ടൊന്ന്, അളവ് കൊണ്ട് നമ്മള് രണ്ടാണ്. നമ്മള് അണു, ഭഗവാൻ വിഭു അല്ലെ. അപ്പൊ ആ ഒരു സ്വരൂപം, നമ്മുടെ ആ ഒരു സ്വരൂപം തിരിച്ചു കിട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല. ഈ മനുഷ്യജന്മം എന്തിനാണ്? നമ്മുടെ അല്ലാണ്ട് പിന്നെയും ജന്മം എന്താണ്? ശങ്കരാചാര്യ പാഠ്യമാതി പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേശയനം. ജനിക്കുന്നു, മരിക്കുന്നു, പിന്നെയും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ജനിക്കുന്നു, പിന്നെയും ജീവിക്കുന്നു. ഇതല്ല മനുഷ്യജന്മം. എന്തിനായി മനുഷ്യൻ? നമ്മൾ മൃഗങ്ങളായിട്ട് നമ്മൾ എത്രയോ 84 ലക്ഷം ഇനങ്ങൾ ജീവജാലങ്ങളുണ്ട് അല്ലെ. അതിൽ ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടുമ്പോഴേ നമുക്ക് ചിന്തിക്കാനുള്ള സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ് ഈ മനുഷ്യജന്മം കിട്ടിയപ്പോഴാണ്. ഇതുവരെ നമ്മൾ മൃഗങ്ങളൊക്കെ ആയിട്ട് എത്രയോ ജന്മങ്ങൾ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവും. മനുഷ്യജന്മം തന്നെ എത്രയോ ജന്മം നമ്മൾ ജീവിച്ചു. പക്ഷെ നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു ശക്തി നമുക്ക് ഉണ്ടായിട്ടില്ല. ഈ മനുഷ്യജന്മം കിട്ടുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു ശക്തി ഭഗവാൻ നമ്മൾ തന്നിരിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പൊ ഈ മനുഷ്യജന്മത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക. ഒരു പുണ്യമാതാജി എന്ന് പറഞ്ഞില്ലേ, എല്ലാവരും ജപിച്ചിട്ട് തിരിച്ചു പോവാന്ന്. അതുപോലെ തിരിച്ച് നമ്മൾ വന്നയിടത്തേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലാണ്ട് മറ്റൊന്നുമല്ല. ഓക്കെ, അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? ജപം. ജപിച്ചു തുടങ്ങുക. പതുക്കെ ജപിച്ചു തുടങ്ങുക. അങ്ങനെ നമുക്ക് മുകളിലേക്ക് നമുക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഓക്കെ, 30 വായിക്കാം. സാധിഭൂതാധിദൈവം മാം സാധിയജ്ഞം ച യേ വിദുഃ പ്രയാണകാലേപി ച മാം തേ വിദുർയുക്തചേതസഃ. എന്നെ അറിയുകയും എപ്പോഴും എന്നെ കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ, ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാൻ എന്നറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും എന്ന് പറയാണ്.
അപ്പൊ ഭഗവാൻ എപ്പോഴാ എങ്ങനെയാണ് അത് ഇനിയിപ്പോ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു 3 ശ്ലോകങ്ങൾ വരുന്നുണ്ട് അടുത്ത അധ്യായത്തിൽ. നമുക്കതിപ്പോ ഇന്ന് തന്നെ വായിക്കാം. അപ്പൊ നമ്മള് എന്നെ കുറിച്ച് ബോധം പുലർത്തുന്നവരെന്താണ് അങ്ങനെയുള്ളവര് ഭഗവാനാണ് ഞാൻ എന്നറിയുന്നവർ മരണസമയത്ത് ഭഗവാനെ സ്മരിച്ചാൽ എന്താണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിഞ്ഞു പോകും. ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ നമ്മളെ അത് സഹായിക്കും. ഈ അധ്യായം എന്താണ് ജ്ഞാനവിജ്ഞാന യോഗം എന്ന് പറയുന്ന ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ അവസാനത്തെ പാരഗ്രാഫ് ഇത് നമ്മൾ വായിക്കുന്നത് ശ്രീല പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഈ പുസ്തകം ഉള്ളവര് ഈ അധ്യായത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കിക്കോളൂ. ഞാൻ ഒന്ന് പെട്ടെന്ന് വായിക്കാം. ലാസ്റ്റ് പാരാട്ടോ. ഈ അധ്യായത്തിൽ പല വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലേശങ്ങളിൽപ്പെട്ട മനുഷ്യൻ, ജിജ്ഞാസു, ഭൗതിക സൗകര്യങ്ങൾ തേടുന്നവൻ, ബ്രഹ്മജ്ഞാനം, പരമജ്ഞാനം, ജനന മരണ രോഗാദികളിൽ നിന്നുമുള്ള മോചനം, ഭഗവതാരാധന എന്നിങ്ങനെ പലതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണാവബോധം ശരിക്ക് വളർന്നിട്ടുള്ള ഒരാൾ ഈ വ്യത്യസ്തമായ പ്രക്രിയകളെ കാര്യമായിട്ട് എടുക്കാറില്ല. അയാൾ കൃഷ്ണാവബോധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ കൃഷ്ണന്റെ നിത്യദാസൻ എന്ന സ്വാഭാവികാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യും. ആ നിലയിൽ ഭഗവത് സേവന നിരതനായി കൃഷ്ണകഥാശ്രവണത്തിലും സ്തുതികളിലും അയാൾ സന്തുഷ്ടി കൊള്ളും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നുവെന്ന് ആ ഭക്തൻ അറിയാം. ഈ ഉറച്ച വിശ്വാസത്തെയാണ് ദൃഢവ്രതം എന്ന് പറയുന്നത്. ഭക്തിയോഗത്തിന്റെ അല്ലെങ്കിൽ അതീന്ദ്രിയ സേവനത്തിന്റെ ആരംഭമാണിത്. സർവശാസ്ത്രങ്ങളും ഇതിനെ അനുകൂലിക്കുന്നു. ആ സ്ഥിരവിശ്വാസത്തിന്റെ കഴമ്പത്രേ ഈ 7-ാം അധ്യായത്തിന്റെ വിഷയം. അപ്പൊ എന്താണ് നമ്മൾ ഇതെല്ലാം പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പല പല സാധനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതെല്ലാം നല്ലത് തന്നെ. എന്തിനു വേണ്ടിയിട്ട്? അവിടെ എത്താൻ. നമ്മൾ കൊച്ചുനാളിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കോപ്പി റൈറ്റിംഗ് ചെയ്യില്ലേ? എന്തിനാ? നമ്മുടെ കൈയക്ഷരം നന്നാവാൻ. പിന്നെ വലുതായി കോളേജിലും ഇതിനകത്തൊക്കെ പോയി കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പിന്നെയും കോപ്പി റൈറ്റിംഗ് ചെയ്യും? ഇല്ല. ചെയ്ത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവുമ്പോൾ നമ്മൾ എഴുതുന്ന നോട്ട്സ് നമുക്കും വായിക്കാൻ പറ്റും, മറ്റുള്ളവർക്കും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവും. അപ്പൊ അതുപോലെയാണ് ഈ സാധനകള്. പക്ഷെ ഈ കർമ്മകാണ്ഡം നമ്മൾ എന്താ പറ്റണെന്ന് വെച്ചാല് ഈ കർമ്മകാണ്ഡം വേദങ്ങളിലെ കർമ്മകാണ്ഡത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പൊ പറഞ്ഞില്ലേ ദേവതമാർക്കുള്ള ഉപാസനകളൊക്കെ നമ്മൾ ചെയ്യും. നമ്മളെന്താ അതിനോടാണ് അറ്റാച്ച്ഡ് ആവുന്നത് അല്ലെ? അതെന്താണ്? മാർഗമാണ്. ഇവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള മാർഗങ്ങളാണ് അവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലെ? പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിന്റെ അപ്പുറത്ത് ജ്ഞാനമനം, അതിന്റെ അപ്പുറത്ത് ഭഗവാന്റെ അടുത്ത് നമ്മൾ എത്തണം. അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ഈ വേദങ്ങളിൽ പറഞ്ഞു തന്നിരിക്കുന്നത്, ഇതുപോലെയുള്ള പ്രക്രിയകൾ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിനോട്, ആ മാർഗത്തിനോട് നമ്മൾ അറ്റാച്ച്ഡ്. ഇത് എന്തിനുള്ളത്? ആ ലക്ഷ്യം നമ്മൾ മറന്നുപോകാൻ. എന്തിനാണിത്? ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഇതെല്ലാം കഴിയുമ്പോൾ അതിനെയൊക്കെ വിട്ടിട്ട് പിന്നെന്താണ്? ശുദ്ധമായ ഭക്തിയുത സേവനം, ആ കൃഷ്ണാവബോധത്തിന്റെ ആ തലത്തിൽ വരും. അപ്പൊ ഈ ഉറച്ച വിശ്വാസത്തോടെ ആ ഉറച്ച വിശ്വാസത്തെയാണ് ദൃഢവ്രതം എന്ന് പറയുന്നത് എന്ന് പറയാണ്. അങ്ങനെ എന്താണ്? ബാക്കിയുള്ളതെല്ലാം അയാൾ വിട്ടുകളഞ്ഞു. എന്നിട്ടോ അങ്ങനെയുള്ള ഭക്തൻ അതീന്ദ്രിയ സേവനത്തില് ഏർപ്പെടുന്നു. ഭഗവത് സേവന നിരതനായ കൃഷ്ണകഥാ ശ്രവണത്തിലും സ്തുതികളിലും അയാൾ സന്തുഷ്ടി കൊള്ളുന്നു അല്ലെ? ബാക്കിയുള്ളതെല്ലാം നിത്യദാസനായിട്ട്, ഭഗവാന്റെ നിത്യദാസനായിട്ട് ജീവിക്കുന്നു. ബാക്കിയുള്ളത് അതെല്ലാം എന്താ? കോണിപ്പടി മാതിരി, ഏണിപ്പടിയില്ലേ കേറാൻ വേണ്ടിയുള്ളത്. അതിനാണ് ഈ എന്താണ് പല നിയമങ്ങളും നിയമാവലികളും ഒക്കെ. എന്തിനാ? നമ്മളെ ഈ കോണിപ്പടി മാതിരിയാ, ഏണിപ്പടി മാതിരി കയറി മുകളിലെത്താൻ. പക്ഷെ നമ്മൾ ഈ ഏണിപ്പടിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് മുകളിലെത്താൻ ഇത് എന്തിനുള്ളതാണ്? ലക്ഷ്യത്തെ നമ്മൾ മറന്ന മാർഗത്തെ നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതാണ് നമുക്ക് പറ്റുന്ന പ്രശ്നം എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ജ്ഞാനവിജ്ഞാന യോഗം എന്ന ഈ 7-ാം അധ്യായം ഇവിടെ അവസാനിക്കണം. എന്താണ് ജ്ഞാനവിജ്ഞാന യോഗം? ജ്ഞാനവും വിജ്ഞാനവും എന്താണ്? കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ സുശീല സീതാദേവി മാതാജി പറഞ്ഞു എന്താ? പഞ്ചസാരയുടെ ഉദാഹരണം അല്ലെ? അതുപോലെ ശ്രീല പ്രഭുപാദർ പറയും ഗുലാബ് ജാമുന്റെ ഉദാഹരണം. ജ്ഞാനം പറഞ്ഞാൽ എന്താ? അറിവ്. വിജ്ഞാനം പറഞ്ഞാൽ എന്താ? അനുഭവജ്ഞാനം, അനുഭവം കൊണ്ടുള്ള അറിവ്. ഗുലാബ് ജാമുൻ, ശ്രീല പ്രഭുപാദർ പറയും ഗുലാബ് ജാമുൻ ഒരാളുടെ ബ്രൗൺ കളറിലാണ്, ഉരുണ്ടിട്ടിരിക്കും, അതിങ്ങനെ പഞ്ചസാര സിറപ്പിലിട്ടിട്ടുണ്ടാവും. അത് കഴിക്കുമ്പോൾ പഞ്ചസാരയെക്കാളും സ്വാദാണ്, മധുരമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ ഒരാൾക്ക്, അത് കഴിച്ചിട്ടില്ലാത്ത ആൾക്ക് ഓക്കെ മനസ്സിലായി, കുറെയൊക്കെ ഗ്രഹിച്ചു. പക്ഷെ അത് കഴിച്ച ആൾക്കോ അത് അനുഭവജ്ഞാനം. അതാണ് പിന്നെയും കഴിക്കണം എന്ന് തോന്നും, അതിനോടുള്ള ഇഷ്ടം കാരണം അല്ലെ? കഴിക്കണം എന്ന് പിന്നെയും തോന്നും, അത് രുചിച്ചവർക്ക്. അതുമാതിരി ഭഗവത് രുചി. അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഉണ്ട്.
ഇപ്പൊ നമ്മളൊരു എന്താ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുക. നമ്മൾ കുട്ടിയോട് പറയുമ്പോൾ അത് തൊടരുത്, ആ ഇതിനകത്ത് പോയി കൈ ഇടരുത്, പൊള്ളും എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലായി, ഓക്കെ പൊള്ളും, തൊടില്ല. വേറൊരു കുട്ടി പോയി കൈയിട്ട് ആ തീയിൽ കൊണ്ട് കൈയിടും, എന്ത് പറ്റും? കൈ പൊള്ളും. കുട്ടിക്ക് മനസ്സിലായി, പിന്നെ ജീവിതത്തിൽ ആ കുട്ടി ആ തീയിൽ കൊണ്ട് കൈയിടില്ല. അനുഭവജ്ഞാനം അല്ലെ? അപ്പൊ അനുഭവം കൊണ്ട് ജ്ഞാനവും വിജ്ഞാനവും ഒന്ന് അറിവ് നമുക്ക് പറഞ്ഞു, നമ്മൾ ഇതെല്ലാം പറഞ്ഞു, ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു. ഇനി ഇതെന്ത് വേണം? നമ്മൾ പ്രാക്ടീസിൽ വരുത്തണം, എന്നാലേ ആ വിജ്ഞാനമായിട്ട് മാറുള്ളൂ. അതാണ് നമ്മളെ ഉയർത്തി നമ്മളെ അവിടെ എത്തിക്കുന്നത്. അത് വെറുതെ കേൾക്കാം, എല്ലാവർക്കും അറിയാം, ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ കേൾക്കാൻ രസാ, പലതും കേട്ടു നമ്മൾ ഇതെല്ലാം ചെയ്തു, പക്ഷെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് വിജ്ഞാന പറഞ്ഞു തന്നിരിക്കുന്നതൊക്കെ ജ്ഞാനവും വിജ്ഞാനം, ജ്ഞാന വിജ്ഞാന യോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് പിന്നത്തെ അടുത്ത അധ്യായത്തില് എന്താണ്? അടുത്ത അധ്യായം അക്ഷരബ്രഹ്മയോഗം, പരമപദപ്രാപ്തി. എന്താണ് അക്ഷരബ്രഹ്മ? അത് നമുക്ക് ചെയ്യാം. കുറച്ച് ശ്ലോകങ്ങളും കൂടെ ഇതിലുണ്ട്. എന്താണ് അക്ഷരം എന്ന് പറഞ്ഞാൽ? ക്ഷരമല്ലാത്തത്, നശിക്കാത്തത്. എന്താണ്? ആ പരമപദം, അത് നശിക്കാത്തതാണ്. യോഗം എന്ന് പറഞ്ഞാലോ കൂട്ടിച്ചേർക്കുന്നത്, അവിടെ നമ്മളെ കൂട്ടിച്ചേർക്കുന്നത്, അങ്ങോട്ടേക്ക് നമ്മളെ ഇണക്കുന്നതാണ് അക്ഷരബ്രഹ്മയോഗം, പരമപദപ്രാപ്തി എന്ന് പറയുന്നത്. ഇത് തുടങ്ങുന്നത് അർജുനന്റെ ചോദ്യത്തോടു കൂടിയാണ്. നമുക്കതൊന്ന് വായിക്കാം. ഓക്കെ. അർജുന ഉവാച കിം തദ് ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിമുച്യതേ. വിവർത്തനം. അർജുനൻ ചോദിച്ചു, ഹേ പുരുഷോത്തമ, എന്താണ് ബ്രഹ്മം? ആത്മാവെന്നാൽ എന്ത്? ബലോദിഷ്ട കർമ്മം എന്നാൽ എന്ത്? ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നത് എന്താണ്? അർജുനന്റെ ചോദ്യത്തോടു കൂടിയാണ് ഇവിടെ ചോദിക്കുന്നത്. 5 കാര്യങ്ങൾ അർജുനൻ ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? എന്താണ് ആദ്യം ചോദിക്കുന്നത്? എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്നു. 2, ആത്മാവ്, ആധ്യാത്മം, ആത്മാവ് എന്താണ്? ഫലോദിഷ്ട കർമ്മങ്ങൾ എന്താണ്? പിന്നെ ഭൗതിക പ്രപഞ്ചത്തിന്റെ ആവിർഭാവം, അതിഭൂതം, അതെന്താണ്? പിന്നെ അതിദൈവം, ദേവന്മാർ, അതെന്താണ്? അങ്ങനെ 5 കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ പുരുഷോത്തമ എന്ന് ഭഗവാനെ ഇവിടെ സംബോധന ചെയ്യുന്നു. എന്താണ്? ഉത്തമനായിട്ടുള്ള പുരുഷൻ, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രാപ്തിയുള്ള ഉത്തമാധികാരി. അല്ലെ, ഓരോ ഭഗവാന്റെ ഓരോ പേരിനും ഓരോ അർത്ഥങ്ങളുണ്ട്. പുരുഷോത്തമ, ഉത്തമനായിട്ടുള്ള പുരുഷൻ, എന്റെ സംശയങ്ങൾക്ക് ഉത്തരം തരാൻ, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രാപ്തിയുള്ള ഉത്തമനായ പുരുഷൻ ആണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. വേറെ ആർക്കും അതിന് ഉത്തരം പറയാൻ പറ്റില്ല, അത്ര സ്പഷ്ടമായിട്ട് പുരുഷോത്തമ എന്നിവിടെ വിളിച്ചിരുന്നു. 5 കാര്യങ്ങൾ ചോദിച്ചു. ഇനി നമുക്ക് അടുത്ത ശ്ലോകം പിന്നെയും കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. 2ാമത്തെ ശ്ലോകം വായിക്കാം. അതിയജ്ഞകഥം കോത ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭീ. മധുസൂദന, ആരാണ് യജ്ഞദേവത? ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു? ഭക്തിയുത സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും? പിന്നെയും ചോദ്യങ്ങളാണ്. എന്താണ് ഇവിടെ വിളിക്കണത്? അവിടെ പുരുഷോത്തമ എന്ന് വിളിച്ചു, ഇവിടെ മധുസൂദന എന്നാണ് ഇവിടെ ഭഗവാനെ സംബോധന ചെയ്യുന്നത്. മധു എന്ന അസുരനെ വധിച്ച ആ ഭഗവാൻ എന്റെ ആസുരികമായിട്ടുള്ള സംശയങ്ങളെ നിഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള ആള് ഭഗവാൻ മധുസൂദന എന്ന് വിളിച്ചിട്ടാ ചോദിക്കുന്നത്. അല്ലെ, എന്റെ ഉള്ളിലും സംശയങ്ങളുണ്ട്, ആസുരികമായിട്ടുള്ള സംശയങ്ങൾ, ആസുരന്മാരെ പ്രതിനിധീകരിക്കുന്ന ആസുരികമായിട്ടുള്ള സംശയങ്ങൾ, അതിനെ നിഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള ആളാരാണ്? ഭഗവാൻ മധുസൂദനൻ എന്ന് പറയും. പ്രയാണകാലേ, എന്താണ്? ഈ ശരീരം വിട്ടുപോകുന്ന സമയം. എന്താണ് ഈ ശരീരം വിട്ടുപോകുന്ന സമയം? എങ്ങനെ ഈ ശരീരത്തിൽ മരണവേളയിൽ എങ്ങനെ നിയതാത്മഭി, എന്താണ് നിയതാത്മഭി? സംയമനമുള്ളവര്, ഭക്തിയുത സേവനത്തിൽ നിരതരായിട്ടുള്ളവര്, അവർക്ക് അങ്ങനെയുള്ളവർ, ഭക്തിയുത സേവനത്തിൽ നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ ഓർക്കാൻ സാധിക്കും? ഭഗവാനെ ഓർക്കാൻ എങ്ങനെയാ സാധിക്കുക എന്ന് ചോദിക്കുകയാണ്. എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ്. എന്ത്? അന്തേ നാരായണ സ്മൃതി, ജീവിത ലക്ഷ്യം ഭഗവാനെ ഓർത്തും കൊണ്ട് പോവുക എന്നുള്ളതാണ്. 12 നമുക്ക് വായിക്കാം അടുത്ത ശ്ലോകങ്ങളിൽ. ഓക്കെ, അതാണ് കുലശേഖര രാജാവ് മുൻപും ഇത് പല പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിൽ സുശീല സീതാദേവി മാതാജിയും പറഞ്ഞു. പലരും ആ ഒരു ശ്ലോകം എന്താണ് കുലശേഖര രാജാവിന്റെ മുകുന്ദമാല സ്തോത്രത്തിലെ ഒരു ശ്ലോകത്തെ കുറിച്ച് പലരും അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ശ്ലോകം ശ്രീല പ്രഭുപാദർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമായിരുന്നു. അവിടെ എന്താണ് മഹാരാജാവ് പറയുന്നത്?
എന്റെ മനസ്സാകുന്ന ഹംസം ഈ നിമിഷം ഭഗവാനെ അങ്ങയുടെ തൃക്കാക്കൽ വന്ന് വീഴട്ടെ, പതിക്കട്ടെ. കാരണം എന്റെ ആ ശരീരം വിട്ടുപോകുന്ന സമയത്ത്, മരണവേളയിൽ എന്താ അതും പിത്തവും കഫവും ഒക്കെ ആയിട്ട് തൊണ്ടയും കഫൊക്കെ കെട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഭഗവാനെ ഓർക്കുകയാണ്? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോ ഭഗവാനെ ഞാൻ എന്നെ പറ്റി ഓർക്കുവോ, എന്റെ ഇത് ഓർക്കുവോ, ഭഗവാനെ ഓർക്കുവോ? ഞാൻ എങ്ങനെ ഓർക്കാനാണ്? പക്ഷെ ഇപ്പോ ഞാൻ നന്നായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭഗവാനെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്റെ ഈ മനസ്സാകുന്ന ഇത് ഹംസം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വന്ന് ചേരട്ടെ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഭഗവത് സ്മൃതി, അന്തേ നാരായണ സ്മൃതി, ഭഗവാനെ സ്മരിച്ചും കൊണ്ട് പോകലാണ് ഈ ജീവിതം, ഈ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം, ഈ മനുഷ്യ ജീവിതത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിക്കുന്നു ആരാണ്, പിന്നെയും ചോദ്യങ്ങൾ. യജ്ഞദേവത ആരാണ്? ഈ ശരീരത്തിൽ അങ്ങേരെ എങ്ങനെ കുടിക്കൊള്ളുന്നു? പിന്നെ ഭക്തിയുത സേവനത്തിൽ നിരതയവർക്ക് അങ്ങേ മരണവേളയിൽ അങ്ങേരെ എങ്ങനെ അറിയാൻ സാധിക്കും? ഈ 3 ചോദ്യങ്ങളും കൂടി അർജുനൻ ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ അതിനുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത്. 3-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാൻ ഉവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യത്തെ ഭൂതഭാവോത്ഭവകരോ വിസർഗ കർമ്മ സംജ്ഞിതഃ. എന്താണ്? ഇനി ഭഗവാൻ അതിനുള്ള ഉത്തരം പറയാണ്. എന്താണ്? നാശമില്ലാത്ത നിത്യസത്തയാണ് എന്ത്? ബ്രഹ്മം. അവിനാശിയും, ശ്രീ ഭഗവാൻ പറഞ്ഞു, അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവത്രേ ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ ശാശ്വത പ്രകൃതി അധ്യാത്മമെന്ന് പറയപ്പെടുന്നു. ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിന്റെ വികാസനത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കാമ്യകർമ്മങ്ങൾ. ഇപ്പൊ എന്താണ്? നാശമില്ലാത്ത ആ നിത്യസത്ത ബ്രഹ്മം. ഇതിനപ്പുറം എന്താണുള്ളത്? പരബ്രഹ്മം അല്ലെ. അപ്പൊ എന്താണ്? ബ്രഹ്മം ആത്മാവിനെയും പരബ്രഹ്മം പരമദിവ്യോത്തമ പുരുഷനെയും സൂചിപ്പിക്കണം ഇവിടെ. അപ്പൊ പിന്നെ ഭൗതിക ശരീരത്തിന്റെ വികാസനത്തിന് ഉതകുന്ന ആ ഒരു പ്രവർത്തികൾ, ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിന്റെ വികാസനത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കാമ്യകർമ്മങ്ങൾ അല്ലെ. നമ്മുടെ ശരീരത്തിൽ, നമ്മളുടെ ഈ ഒരു ജന്മം ഉണ്ടല്ലോ, ഇതിന്റെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ തിരിച്ചറിയാം നമ്മുടെ സ്വരൂപം. ഇതിന്റെ നമ്മളെ തന്നെ, നമ്മുടെ തന്നെ വികസനത്തിന് ഉള്ള കർമ്മങ്ങളെയാണ് എന്ത്? കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ മനുഷ്യ ജന്മം അതിനുള്ളതാ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നേ? നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വച്ചു പുലർത്തി ജന്മാന്തരങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഈ ആഗ്രഹങ്ങൾ കൊണ്ട് നടന്ന് എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഈ ഭൗതിക ലോകത്ത് ഇങ്ങനെ ബദ്ധാവസ്ഥയിൽ കിടക്കുകയാണ്. പല ആഗ്രഹങ്ങളും കൊണ്ട് നടക്കുക നമ്മൾ അല്ലേ. ഈ ജന്മത്തിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ പൂർത്തീകരിച്ച് തരുകയും ചെയ്യും. ഭഗവാൻ അത്രയ്ക്ക് ദയാലുവാണ്. ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നമുക്ക് പൂർത്തീകരിച്ച് തരും. ഇപ്പൊ എനിക്ക് ഉറങ്ങണം ഫുൾ, എനിക്ക് ചിലരങ്ങനെയല്ലേ, ഒന്ന് ഉറങ്ങിയാൽ മതി, ഫുൾ കിടന്ന് ഉറങ്ങാൻ വലിയ ഇഷ്ടം, ഉറക്കത്തിനോട് അറ്റാച്ച്. അങ്ങനെ അതും ഭഗവാൻ തഥാസ്തു എന്ന് പറയും. എന്താ? എന്നിട്ട് നമുക്കൊരു ജന്മം കിട്ടും. എന്ത് ജന്മാണ്? ധ്രുവക്കരടിയില്ലേ, പോളാർ ബെയർ, ധ്രുവക്കരടിയിലെ ജന്മം കിട്ടും. അവിടെ ധ്രുവങ്ങളിൽ എന്താണ്? ആർട്ടിക് സർക്കിളിലൊക്കെ എപ്പോഴും തണുപ്പും ഇതുമൊക്കെ അല്ലേ. അപ്പൊ എപ്പോഴും ഉറക്കാം, എപ്പോഴും കിടന്നുറങ്ങാം, സുഖമായിട്ട് ഉറങ്ങാം. പിന്നെ ചിലർക്ക് മാംസാഹാരത്തിനോടുള്ള ഭയങ്കരമായിട്ടുള്ള എന്താണ് ആഗ്രഹമായിരിക്കും. ചോറ് തൊണ്ടേന്ന് ഇറങ്ങണമെങ്കിൽ കുറച്ച് മാംസവും കൂടി വേണം, മാംസാഹാരം വേണം, അല്ലെങ്കിൽ ചോറ് തൊണ്ടേന്ന് ഇറങ്ങില്ല. അങ്ങനെയുള്ളവർക്കും ഭഗവാൻ തഥാസ്തു എന്ന് പറയും. ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ നമുക്ക് എന്താ, ഈ മാംസാഹാരമൊക്കെ വാങ്ങി, മത്സ്യമാംസങ്ങളൊക്കെ വാങ്ങി പാചകം ചെയ്യണം. അതും കൂടി വേണ്ടാത്തൊരു ജന്മം തരും. എന്താ? പുലിയും സിംഹവും ഒക്കെ ആയിട്ടുള്ള ജന്മം. അവിടെ നമുക്ക് ഇത് കഴിക്കുകയും ചെയ്യാം, എളുപ്പത്തിൽ കഴിക്കുകയും ചെയ്യാം. നമുക്ക് ഇതുപോലെയുള്ള പാട് കഴിക്കുകയൊന്നും വേണ്ട. ആഹാരമൊക്കെ പാചകം ചെയ്തൊന്നും കഴിക്കണ്ട, പച്ച മാംസങ്ങൾ തിന്നാം. തഥാസ്തു. പുലിയും ഇതുമൊക്കെ ആയിട്ടുള്ള ജന്മം നമുക്ക് തരുന്നു. അപ്പൊ നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടാണ്, നമുക്ക് കർമ്മവും ആഗ്രഹവും അനുസരിച്ച് നമുക്ക് വീണ്ടും ജന്മങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് എന്താണ്? അടുത്ത ശ്ലോകം വായിക്കാം. അപ്പൊ ഇത്രയും കാമ്യകർമ്മങ്ങൾ നമ്മുടെ ഇപ്പൊ ഇത്രയും പറഞ്ഞു. നമ്മുടെ ആഗ്രഹങ്ങൾ വികസനത്തിനുള്ളത് ബ്രഹ്മത്തെ പറഞ്ഞു, കാമ്യകർമ്മങ്ങൾ ഇതാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി എന്താ? അതിഭൂതം ഇനിയുണ്ട്. അതിഭൂതം, അതിദൈവം ഒക്കെ എന്താണെന്ന്, അതിയജ്ഞം എന്താണെന്ന് ഇനി അടുത്ത ശ്ലോകത്തില് പറയണം. അതിഭൂതം ക്ഷരോ ഭാവ പുരുഷശ്ചാതിദൈവതം അതിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വരാ. വിവർത്തനം: ഹേ ശരീരം കൈക്കൊണ്ടവരിൽ ശ്രേഷ്ഠനായവനെ, അർജുനനെ സംബോധന ചെയ്യാം. ശരീരം കൈക്കൊണ്ടവരിൽ ശ്രേഷ്ഠനായവനെ എന്ന് അർജുനെ സംബോധന ചെയ്യണം. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ് അതിഭൂതം, പ്രത്യക്ഷ പ്രപഞ്ചം.
സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപം അതിദൈവമെന്നും സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണരുളുന്ന പരമാത്മാവായ ഞാൻ കൃഷ്ണൻ അതിയജ്ഞനും അതിയജ്ഞൻ എന്നും അറിയപ്പെടുന്നു. അല്ലെ? അപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു? ഇപ്പൊ അതിന്റെ ബ്രഹ്മം എന്താന്ന് പറഞ്ഞു, കാമ്യകർമ്മങ്ങൾ എന്താന്ന് പറഞ്ഞു അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ വികസനത്തിനുള്ളതാണ് ബ്രഹ്മം. ഞാൻ ജീവസത്ത, നിത്യസത്ത. കാമ്യകർമ്മങ്ങൾ പറഞ്ഞാൽ നമ്മളുടെ ഈ ജീവിതത്തിന്റെ വികസനത്തിന് ഉതകുന്ന കർമ്മങ്ങൾ കാമ്യകർമ്മങ്ങൾ എന്ന് പറയണു. പിന്നെ ഇവിടെ പറയുന്നു എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഭൗതിക പ്രകൃതിയെ, അതായത് ഈ പ്രത്യക്ഷ പ്രപഞ്ചം ഉണ്ടല്ലോ, അതിന് അധിഭൂതം എന്ന് പറയുന്നു. പിന്നെ സകല ദേവീദേവൻ, സൂര്യനെയും ചന്ദ്രനെയും ദേവനും എല്ലാ ദേവീദേവതമാരെയും ഉൾക്കൊള്ളുന്ന ആ ഭഗവാന്റെ വിശ്വരൂപം ഉണ്ടല്ലോ, അതിനെ എന്ത് പറയണു? അതിദൈവം എന്ന് പറയുന്നു. പിന്നെ എല്ലാ ശരീരങ്ങളിലും എല്ലാവരുടെയും ഉള്ളില് ഭഗവാൻ വസിക്കുന്നുണ്ടല്ലോ, പരമാത്മാവായിട്ട് വസിക്കുന്ന ആ ഭഗവാനെ അതിയജ്ഞൻ എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ബ്രഹ്മം, പിന്നെ കാമ്യകർമ്മങ്ങള്, അതിദൈവം, അതിയജ്ഞം, അതിഭൂതം, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി എന്താണ് പറയാൻ പോണത്? ഇനി പിന്നെ ഒരു ചോദ്യമുണ്ട്, മരണസമയത്ത് എങ്ങനെ ഓർക്കും, എങ്ങനെ തിരിച്ചു വരും എന്നൊരു ചോദ്യം ഇനിയുണ്ട് അല്ലെ? അതാണ് ഇനി പറയാൻ പോണേ. ഈ 5, 6, 7 നമുക്ക് ഒന്നിച്ചു വായിക്കാം, എന്നിട്ട് നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇത് മൂന്നും ഉണ്ടല്ലോ ഭയങ്കര മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഇതെല്ലാവരും മാർക്ക് ചെയ്തൊന്ന് പഠിക്കണത്, ബൈ ഹാർട്ട് പഠിക്കണത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഈ 3 ശ്ലോകങ്ങൾ 5, 6, 7 മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഇപ്പൊ എല്ലാ ശ്ലോകങ്ങളും മനോഹരമാണ്, പക്ഷെ ചില ശ്ലോകങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് ഉള്ളതാണ്. അപ്പൊ ഈ 3 ശ്ലോകങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തോളൂ. 8-ാം അധ്യായത്തിലെ 5, 6, 7 കേട്ടോ. നമുക്കത് മൂന്നും വായിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. 5-ാമത്തെ അന്തകാലേ ച മാമേവ സ്മരൺ മുക്ത്വാ കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. ട്രാൻസ്ലേഷൻ: മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എന്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. ഓക്കെ, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മരിക്കുമ്പോ, ശരീരം വിടുമ്പോ ഭഗവത്ധാമം പോകുന്നു. പിന്നെയോ 6-ാമത്തെ യം യം വാപി സ്മരൺ ഭാവം ത്യജത്യന്തേ കലേവരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിതഃ. എന്തിനെ കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, എന്തിനെ കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, ഹേ കുന്തിപുത്ര, അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും. നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ ചിന്തിക്കുന്നത് അത് പ്രാപിക്കും. ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ ഭഗവത്ധാമം പ്രാപിക്കും. അല്ല വേറിപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ധ്രുവക്കരടിയും ഇതൊക്കെ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ്, എന്തിനെ പറ്റിയിട്ടാണോ നമ്മൾ ഇതാക്കുന്നത് ആ ഭാവം നമ്മൾ പ്രാപിക്കും. അതുകൊണ്ട് എന്ത് വേണം? 7-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നു, തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈഷ്യസ്യ സംശയഃ. അതിനാൽ അർജുന, ശ്രീകൃഷ്ണ രൂപത്തിൽ എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുക, അതോടൊപ്പം തന്റെ നിയതകർമ്മമായ യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക. സ്വകർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ച് മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചുമിരുന്നാൽ നീ എന്നെ പ്രാപിക്കും, സംശയമില്ല. എന്താണ് ഇവിടെ? എല്ലാ കർത്തവ്യം എല്ലാം വിട്ടുകളഞ്ഞിട്ട് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കൂ എന്ന് ഭഗവാൻ പറയുന്നില്ല. എന്താ പറഞ്ഞ? കർത്തവ്യം ചെയ്യുക, എന്ത് ചെയ്യുമ്പോഴും ഭഗവത് സ്മരണയോടുകൂടി ചെയ്യുക എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇത് മൂന്നും അല്ലെ? അതിനെന്താണ്? ആദ്യത്തെ പടിയാണ് എന്ത്? ജപം ശീലമാക്കുക. അപ്പൊ ഭഗവാനെ നമുക്ക് സ്മരിക്കാൻ സാധിക്കും. ഇത് നമ്മൾ ആർട്ട് ഓഫ് ലിവിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലെ? ആർട്ട് ഓഫ് ലിവിംഗ്. ഇത് ആർട്ട് ഓഫ് ഡൈയിങ് ആണ് ഇവിടെ പറയണത്. മരിക്കുന്നതും ഒരു കലയാണ്. മരിക്കുന്നത് എങ്ങനെ എന്നുള്ളത് ഒരു കലയാണ് അല്ലെ? അപ്പൊ അതാണ്. പരീക്ഷിത് മഹാരാജാവിന് 7 ദിവസമെങ്കിലും കിട്ടി. നമുക്ക് എത്ര ദിവസം കിട്ടും നമുക്കറിയോ? നമുക്ക് എന്നും ഉണ്ടാവില്ല, ചിലപ്പോ പെട്ടെന്നായിരിക്കും. ആർക്കറിയാം? കിടക്കുന്നത് ബോധമില്ലാണ്ടായിരിക്കും. നമുക്കറിയോ? ഭഗവത് സ്മരണയോടെ ശരീരം ഉപേക്ഷിക്കുന്നത് ഭഗവത് ധാമം നമുക്ക് പോകാൻ സാധിക്കും അല്ലെ? ജീവിതത്തിലെ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ഉണ്ട്. പലരോടും നമുക്ക് ഒരുപാട് കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കാണ്ട്. പക്ഷെ എല്ലാത്തിനും ഉപരി നമുക്ക് നമ്മളോട് തന്നെ ഒരു കർത്തവ്യമുണ്ട്. എന്താണത്? അന്തേ നാരായണ സ്മൃതി. നമ്മളോടുള്ള കടമയാണ്, നമ്മളോടുള്ള കർത്തവ്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ? അതുകൊണ്ട് എന്ത് വേണം? തസ്മാത് സർവേഷു കാലേഷു, എന്ത് നീ എപ്പോഴും ചെയ്യുന്നു, എന്നെ സ്മരിച്ചും കൊണ്ട് നിന്റെ കർത്തവ്യം ചെയ്യരുത് എന്നല്ല, കർത്തവ്യം ചെയ്യണം. അത് എന്നെ സ്മരിച്ചും കൊണ്ട് ചെയ്യുമ്പോൾ അവസാനം എന്നെ തന്നെ പോകാൻ സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം, ഒരു കുഞ്ഞു കഥ പറഞ്ഞിട്ട് മറ്റേ അടുത്ത 2 ശ്ലോകങ്ങളും കൂടെ വായിക്കാം. കുഞ്ഞു കഥയല്ല, ചെറിയൊരു ഉദാഹരണം. അതായത് ആചാര്യന്മാര് പറയണ കഥയാണ്, തമാശ കഥയാണെങ്കിൽ അതിന് ഒരുപാട് കഴമ്പുള്ള കഥയാണ്. ഒരാളിങ്ങനെ പൈസ 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 പണത്തിനെ കുറിച്ച് അല്ലാണ്ട് അയാൾക്ക് വേറൊന്നിനും വിചാരമില്ല. ഏത് നേരം അങ്ങനെ അവൾക്ക് സുഖമില്ലാണ്ട് കിടപ്പായി.
ഓക്കെ, മരിക്കേണ്ട അവസ്ഥ എത്തി. അപ്പൊ ഡോക്ടറുടെ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? എനിക്കൊരു ആഗ്രഹം ഉണ്ട്. എന്താ അത്? കൈ ഇങ്ങനെ പണം എത്ര കിട്ടിയാലും എനിക്ക് മതിയാവില്ല. കൈ ഇങ്ങനെ നീട്ടിയാല് കഷ്ടപ്പെടാണ്ട് പണം അങ്ങനെ കയ്യിൽ വീണുകൊണ്ടിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന്. അതും പറഞ്ഞ അയാൾ മരിച്ചു. ദേ ജനിച്ചു എവിടെ? നമ്മുടെ ഈ അമ്പലപ്പടിയിൽ കാണാം, അമ്പലത്തിന്റെ പുറത്തിരിക്കുന്നത്. കൈ നീട്ടി ഇങ്ങനെ 50 പൈസ, 1 രൂപ, ആരിട്ടാലും കൈ നീട്ടിയ പൈസയാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഭഗവാൻ നമ്മളെക്കാളും ബുദ്ധിയുണ്ട്. കൈ നീട്ടി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ആഗ്രഹം വെച്ച് പുലർത്തുന്നുവോ, കാര്യം തമാശ വെറുതെ കഥയാണെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് കഴമ്പുണ്ട്. നമ്മൾ എന്ത് ആഗ്രഹം വെച്ച് പുലർത്തുന്നുവോ അത് തന്നെ നമ്മൾ അവസാന നിമിഷത്തിൽ നമുക്ക് ഓർക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? അതുകൊണ്ടിട്ട് എന്താണ്, ഇത് ശീലമാക്കുക. ഇപ്പൊ നമ്മൾ മരിക്കാൻ കിടക്കുന്നവരുടെ അടുത്ത് തന്നെ പലരും പോയിട്ട് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ കാണാം. എന്താണ്, പലരും പല വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടാവും അവിടെ. നമുക്ക് അവരോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താ? നാമം ചെല്ലുക അവിടെ അടുത്തിരുന്ന്, അല്ലെ? കാരണം ഇപ്പൊ ശാസ്ത്രം പറയുന്നു, വൈദ്യശാസ്ത്രവും പറയുന്നു, നമ്മുടെ ഏറ്റവും അവസാനം നമ്മുടെ പോകുന്ന ഇന്ദ്രിയം നമ്മുടെ ഇതുണ്ട്, ശ്രവണശക്തി. ബാക്കിയെല്ലാം ഒന്നൊന്നായിട്ട് നശിക്കും. കാഴ്ച, ശബ്ദം, വർത്തമാനം പറയാൻ പറ്റില്ല, കൈകാലെല്ലാം. പക്ഷെ ശ്രവണശക്തിയാണ് അത്ര ഏറ്റവും അവസാനം നശിക്കുക. ഒരാൾ കണ്ണോടിച്ച് മരിക്കാൻ കിടക്കാണ്, പക്ഷെ ശ്രവിക്കും. എനിക്ക് അതിനുള്ള ഉദാഹരണം ഞാൻ ഇപ്പൊ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് എന്റെ ബന്ധുക്കാരുടെ ഇടയിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പറഞ്ഞാൽ നമ്മുടെ സമയം പോകും. കഥകൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും. കേൾക്കാൻ പറ്റും, പെട്ടെന്ന് കണ്ണിന് ഇതിനകത്ത് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? നാമം ജപിക്കുക. അവരത് കേട്ടും കൊണ്ട് പോട്ടെ. എത്ര മഹാഭാപിയാണെങ്കിലും ഭഗവത് നാമം കേട്ടുകൊണ്ട് പോകുമ്പോൾ നല്ലൊരു ജന്മം കിട്ടും, അല്ലെങ്കിൽ ഭഗവത് ധാമത്തിലേക്ക് തന്നെ. ഈവൻ മഹാഭാപിയാണെങ്കിൽ പോലും നല്ലൊരു ജന്മമെങ്കിലും കിട്ടും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് നമുക്കും തിരിച്ചു കിട്ടും. നമുക്ക് ആ നേരത്ത് നമുക്ക് വേണ്ടി നാമം ചെല്ലാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടിട്ട് എന്താണ്, എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ച് കൊണ്ടേ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി 8ാമത്തെ വായിക്കാം. അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. എന്നെ പരമ ദിവ്യോത്തമ പുരുഷനായി ആരാണോ ധ്യാനിക്കുന്നത്, ആരാണോ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത്, അല്ലയോ പാർത്ഥ, അയാൾ നിശ്ചയമായും എന്നെ പ്രാപിക്കും. ഇവിടെ തന്നെ പ്രഭുപാദര് അദ്ദേഹത്തിന്റെ ഭാവാർത്ഥത്തിൽ ചിത്രശലഭത്തിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. എന്താണ്? ശലഭമായി തീരാൻ തീവ്രാഭിലാഷമുള്ള പുഴു അതേ ജന്മത്തിൽ തന്നെ ശലഭമായി മാറുന്നത് കാണാം, അല്ലെ? ആ പുഴു ഇങ്ങനെ ചിത്രശലഭത്തെ ചിന്തിച്ച് സ്വപ്നം കണ്ട് ചിന്തിച്ച് അത് ഭംഗിയുള്ള ചിത്രശലഭമായിട്ട് മാറുന്നു, അല്ലെ? അതുപോലെ തന്നെ നമുക്കും കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ മൂലസ്വരൂപം നമുക്ക് തിരിച്ചെടുക്കാം. ഓക്കെ, പിന്നെ ഇനി 9ാമത്തെയും കൂടെ വായിക്കാം. കവിം പുരാണം മനുശാസിതാരം അണോരണീയാം മനുസ്മരേദ്യ സർവസ്യ ധാതാരമചിന്യ രൂപം ആദിത്യവർണം തമസ പരസ്താത്. സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും അണുവിനേക്കാളും ചെറുതും സകലതിന്റെയും പരിപാലകനും ഭൗതികാനുമാനങ്ങൾക്ക് അതീതനും അചിന്യരൂപനും ഭൗതിക പ്രകൃതിക്ക് അതീതനും ആദിത്യ തേജസ്വിയുമായ വ്യക്തി എന്ന നിലയിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്. ദിവ്യനും ഭൗതിക പ്രകൃതിക്ക് അതീതനുമാണ് അവിടുന്ന്. അചിന്ത്യൻ പറഞ്ഞാൽ എന്താ? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം നർത്ഥം. ഇല്ലാത്തതല്ല, നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് ഒരു പരിധിയുണ്ട്, അതിൻ്റെയും അപ്പുറമാണ്, ഭൗതികാതീതമാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഇവിടെ അവസാനത്തെ വരിയിൽ പ്രഭുപാദർ പറയുന്നു, അതുകൊണ്ട് വ്യർത്ഥവാദികളും അഭ്യൂഹങ്ങളിലും പെടാതെ വേദങ്ങളുടെയും ഗീതാ ഭാഗവതാദി ധർമ്മഗ്രന്ഥങ്ങളുടെയും സൂക്തങ്ങളെ അംഗീകരിച്ച് അനുസരിക്കുകയാണ് ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത്. ഇതയാളെ ജ്ഞാനത്തിലേക്ക് നയിക്കും. ഇപ്പൊ നമ്മൾ എന്താ വേണ്ടേ? മറ്റുള്ളവർ പറഞ്ഞ പലരും പലതും പറയും, അതൊക്കെ കേൾക്കാൻ നമ്മൾ എന്താണ്? നമ്മൾ ശാസ്ത്രങ്ങളെ അനുസരിച്ച് ജീവിക്കുക. അതനുസരിച്ച് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി അതനുസരിച്ച് ജീവിച്ച് നമ്മൾ ആ ഭക്തിയുത സേവനത്തിന്റെ ആ ഒരു തലത്തിൽ നമ്മൾ എത്തിക്കഴിയുമ്പോ എന്താണ്? നമ്മളെ ആ ജ്ഞാനത്തിലും അതിൻ്റെ അപ്പുറത്ത് ആ വിജ്ഞാനത്തിന്റെ ആ ഒരു തലത്തിൽ നമ്മളെ എത്തിക്കും. അതെന്തായാലും നമ്മളെ എത്തിക്കും. അപ്പൊ നമ്മൾ സാധന നമ്മൾ മുറുക്ക പിടിക്കുക. നമ്മുടെ സാധന നമ്മൾ ചെയ്യാം. നമ്മളിപ്പോ 54 പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നുണ്ട്. അത് ഒരു മാലയാക്കുക എല്ലാവരും. നമ്മൾ ഇതിനെക്കുറിച്ച് ഹരികൃഷ്ണ മന്ത്രം ഈ കലികാല മന്ത്രമാണെന്ന് നമ്മൾ ഇനി മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എല്ലാവരും ചെയ്യുക. എന്നിട്ട് സാധന മുറുക്കുക. നമ്മുടെ സാധന നമ്മൾ നല്ല ഇതായിട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ഉയർച്ച ഉണ്ടാവും.
ഓക്കെ. അപ്പൊ ഒരു ചെറിയൊരു കാര്യം, എൻ്റെ ഒരു സംഭവം, എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു പറൂര്. അവിടെ ഞാൻ കല്യാണത്തിന് പോയപ്പോ ഇന്ന് ഏകാദശിയാണല്ലോ. കല്യാണത്തിന് പോയപ്പോ അവിടെ എല്ലാവരും പറഞ്ഞു ഭയങ്കര സദ്യ, പായസം, പരിപ്പ് പായസം, പാലട, ഭയങ്കര നല്ല പായസം, നല്ല ഇതെന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോ ഉണ്ടല്ലോ എനിക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയണേ ടെംപ്റ്റേഷൻ. മായ നമ്മളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ ഒരു പ്രലോഭനം. ഞാൻ പറഞ്ഞു ഇന്ന് ഇത് ചെയ്തിട്ട് മറ്റന്നാൾ ത്രയോദശിയല്ലേ, അപ്പൊ ഇതിന് പകരമായിട്ട് അപ്പൊ ചെയ്യാം എന്നുള്ള മനസ്സ്. അപ്പോഴാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്, എനിക്ക് പെട്ടെന്ന് പ്രഭുപാദരുടെ വരികള്, പ്രഭുപാദ ഒരിടത്ത് പറഞ്ഞേക്കണെന്ന് ഞാൻ വായിച്ചത് എന്റെ മനസ്സിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. പ്രഭുപാദ് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സാധനയെ കുറിച്ച്. പ്രഭുപാദ്, ഇറ്റ് ഈസ് ബെറ്റർ ടു സ്ട്രഗിൾ ഇൻ വൺസ് ഓൺ സാധന ദാൻ ടു സ്ട്രഗിൾ ഇൻ അനദർ മദേഴ്സ് വൂം. Okay, it is better to struggle in one's own sadhana than to struggle in another mother's womb. നമ്മുടെ സാധനയിൽ കുറച്ച് കഷ്ടപ്പെടുന്നതാണ് ഇനി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിലും നല്ലത്. പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇവരോട്, നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോ, ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് ആ ചിന്ത എൻ്റെ ഇതിൽ നിന്ന് പോയി. മായ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരുന്ന, നമ്മളത് ഇതാക്കി കഴിഞ്ഞാൽ മായ നമ്മളെ ഉപദ്രവിക്കില്ല. നമ്മളവിടെ പിന്നെ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഇവരുടെ ഇതെല്ലാം കഴിഞ്ഞവരെ ഞാൻ അവിടെ ജപിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അതിനെ പറ്റിയേ ഒരു ചിന്ത ഉണ്ടായില്ല. മനസ്സിന് സമാധാനവും കിട്ടി. പെട്ടെന്ന് നമുക്ക് തോന്നും മായ എത്രയാണെങ്കിലും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴേ ഞാൻ ഓർത്തു, ശരിയല്ലേ, നമ്മൾ ഇവിടെ ഇത്തിരി, അതാണ് ആദ്യം ഓർത്തത്, ഈ നമ്മുടെ സാധനയിൽ ഇത്തിരി ഒന്ന് കഷ്ടപ്പെട്ടാലും ഇനിയൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നേക്കാളും ഭേദമല്ലേ അല്ലേ? അതാണ് പ്രഭുപാദ് പറഞ്ഞേക്കണേ. അങ്ങ് ഞാൻ ഓർത്തപ്പോ എനിക്ക് പിന്നെ എനിക്കൊരു ശാന്തത. പിന്നെ എനിക്കത് അതിനെ പറ്റിയേ, എല്ലാവരും ഊണ്ണണ പോകണം, എനിക്ക് അതിനെ പറ്റിയ ഒരു ചിന്തയില്ല, അതിനെ പറ്റിയ ഒരു ഇതിന് എന്ത് പായസം എന്ത് ഇത് ആയിക്കോട്ടെ, എനിക്ക് അതിനെ പറ്റി തന്നെ ഒരു ചിന്തയുമില്ല, അതിനൊരു ആഗ്രഹമില്ല, ഒന്നും എന്റെ മനസ്സിൽ നിന്നേ അത് പോയി കളഞ്ഞു. ഞാൻ പുറത്തിരുന്ന് ജപിച്ചുകൊണ്ടിരുന്നു. ഇവരൊക്കെ ഉണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് തിരിച്ചു വന്നു. എനിക്ക് അതിന് മനസ്സിൽ നിന്നേ അത് പോയി. അപ്പോ നിങ്ങളോടും ഞാൻ അത് തന്നെയാണ് പറയണത്. ജപിക്കുക, ജപം വെച്ച് തുടങ്ങുക. പ്രഭുപാദരും അതാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ 54 ഒരു ഇതാക്കാം, ഒരു മാലയാക്കാം 108. അതിന് ഏറി വന്ന ഒരു 10-12 മിനിറ്റ് ആദ്യം എടുക്കും ഈ ഒരു മാല ജപിക്കാൻ. പിന്നീട് നമ്മൾ ചൊല്ലി 6-7 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. 24 മണിക്കൂറിൽ നമുക്കൊരു 7 മിനിറ്റ് ഇല്ലേ ചൊല്ലാൻ ഭഗവാന് വേണ്ടിയിട്ട്. ഇപ്പൊ മാതാജി പറഞ്ഞ മാതിരി ഭഗവാനെ സ്മരിച്ചും കൊണ്ട്, ഭഗവാന്റെ തൃപ്പാദങ്ങളെ സ്മരിച്ചും കൊണ്ടിട്ട് നമ്മൾ നാമം ചൊല്ലുക. എന്നിട്ട് നമുക്കിപ്പോ ചിലപ്പോൾ മടി വരും, ചിലപ്പോൾ തോന്നാൻ, അപ്പോഴും നമ്മൾ ഈ പ്രഭുപാദരുടെ ഈ വാക്ക് ഓർക്കുക. എന്താണ്? ഈ സാധനയിൽ കഷ്ടപ്പെടുന്നതാണ് ഇനി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിലും നല്ലത്. അപ്പൊ ഈ സാധനം ആദ്യം തുടക്കത്തിലേ ഉള്ളൂ ഇത്തിരി പാട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവിടെ പിന്നെ ഞാൻ മറന്നേ പോയി, പിന്നെ അതിനെ പറ്റിയ ചിന്തയില്ല. നമ്മള് ഓർക്കുക, ഇപ്പൊ എപ്പോഴും ഓർക്കുക, സാധനം ഓർക്കുക, ഇതായിട്ട് ചെയ്യുക. ഈ സാധനയിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇനിയൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നമുക്ക് ആർക്കും കിടക്കാൻ ഉള്ള ഇട വരാതിരിക്കട്ടെ. എല്ലാവർക്കും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആവാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രേഷ്മ മാതാജി, ഓവർ ടു യു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. വളരെ നല്ലൊരു ഉദാഹരണവും മാതാജിയുടെ സ്വന്തം എക്സ്പീരിയൻസിൽ ആ കോട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമായി. അത് മേ ബി ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പൊ ഇത് എനിക്ക് എന്റെ മനസ്സിൽ ഇത് നന്നായിട്ട് തട്ടി. എനിക്കും ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ വരുമ്പം ഈ വാക്ക് ഓർമ്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടും നമ്മളുടെ അതായത് അടുത്തൊരു ജന്മം നമുക്ക് അതിനെ ആലോചിക്കാൻ പറ്റില്ല. ഇനി ഒരു ജന്മം അപ്പം താങ്ക് യു സോ മച്ച് മാതാജി. പ്രഭുപാദരും ഗുരുവും ഭഗവാനെ നമ്മളെ തോന്നിപ്പിക്കും. പെട്ടെന്ന് എന്റെ തലയിലേക്ക് ആ ഒരു എവിടെയോ എങ്ങോ വായിച്ചത് എന്റെ തലയിലേക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അത് നമ്മള് ഭഗവാനിലാർക്കും നമുക്ക് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിച്ചോളും ആ സമയത്ത്. യെസ്, താങ്ക് യു സോ മച്ച്. അത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇന്നത്തെ ക്ലാസ്. അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം രാധാശക്തി മാതാജിയുടെ അടുത്ത്. വളരെ സീനിയർ മാതാജിയാണ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. എന്നെക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, അവരും സഹായിക്കും. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ല എങ്കിൽ എല്ലാം മനസ്സിലായവർക്കും പിന്നെ ഒന്നും മനസ്സിലാവാത്തവർക്കും. അപ്പൊ ഞാൻ രണ്ടാമത്തെ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായോ എന്നറിയില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നരസിംഹ കീർത്തൻ ചൊല്ലിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദാദായിനേ ഹിരണ്യകാശിപോർവക്ഷഃ ശീലഠങ്കാനഖാലയേ
ओ नरसिंहा परतो नरसिंहा यतो यतो यामि ततो नरसिंहा बाहेर्नरसिंहा हृदये नरसिंहा नरसिंहमदिं शरणं प्रपद्ये तव करकमलवरे नाखाम् अद्भुतशृङ्गां दलिता हिरण्यकशिपोर् तनुभृङ्गां केशवधृत नरहरिरूप जय जगदीश हरे जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव 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 जय नरसिंहदेव प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा. സോ ഇന്ന് നമ്മുടെ ഭഗവത്ഗീത ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ ഹരിനാമ മാഹാത്മ്യം പറഞ്ഞു തന്ന രുക്മിണി പ്രേമ മാതാജിക്കും ഭഗവത്ഗീത ക്ലാസ് എടുത്ത രാധാശക്തി മാതാജിക്കും ഇസ്കോൺ കൊച്ചി സെന്ററിന്റെ വക നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമുക്കിനി അടുത്ത ക്ലാസ് വെള്ളിയാഴ്ച ഇതേ സമയം 8:15 കാണാം. ഹരേ കൃഷ്ണ. താങ്ക് യു.